പിനാക്കിൾ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത പച്ചയായൊരു മനുഷ്യൻ, നമ്മുടെ സ്വന്തം ജിഞ്ചിനഗ്നി ഹമീദ് കുറ്റൂർ. സുഖം തന്നെയല്ലേ? സുഖാണ്, അൽഹംദുലില്ലാ. അപ്പൊ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇപ്പൊ ഷാർജ, അബുദാബി, ദുബൈയിലൊക്കെ വരുന്നത്. ഇപ്പൊ കുറച്ചായി വന്നിട്ട് എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? അടിപൊളി. ഇപ്പൊ നിങ്ങളെ കാണാത്ത ഒരു ദിവസം ഇല്ലാത്ത മലയാളിയാണ് UAE എന്നല്ല, മലയാളി എവിടെ ഉണ്ടോ അവർക്കൊക്കെ ഇപ്പൊ ഹമീദ് കുറ്റൂറിനെ അറിയാം അങ്ങനെ ഒരു ഏകദേശം കുറച്ച് ആൾക്കാർ അല്ലേ? ജീവിതം അടിപൊളിയല്ലേ? ഓ അടിപൊളി. നിങ്ങളെ വീഡിയോസ് കാണുമ്പോൾ സത്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു പരിമിതിക്കുള്ളിൽ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ഉള്ളത് ആഘോഷമാക്കി കുടുംബത്തോടെ ജീവിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ്. മാഷാ അല്ലാ. ഞങ്ങൾ നാട്ടിലും അങ്ങനെ തന്നെയാണ്, വീട്ടിലൊക്കെ അങ്ങനെ തന്നെ ഒരു എന്താ പറയാ നോർമല്. ഇപ്പോഴും ഇപ്പോ എന്റെ ബാക്കിയുള്ളവർക്ക് കുറവ് ഇച്ചിരി വരുമോന്ന് എനിക്കറിയില്ല. ഇപ്പോഴും മാസം 10,000 റുപ്യാണ് ചെലവിന് അയച്ചു കൊടുക്കണം. അവരവിടെ സുഖമായിട്ട് ചെലവ് ചെയ്യും. മാഷാ അല്ലാ. ഇന്ന് 10,000 രൂപ എന്ന ഒരു മക്കൾക്ക് പോക്കറ്റ് മണി കൊടുക്കുന്ന ഒരു പൈസ മാത്രമാണ് ഇന്നത്തെ നമുക്ക് തോന്നുന്നത്. അതിനാണ് കറണ്ട് ബില്ലടക്കം അവരടച്ചു പോയിട്ട് ചെലവ് കഴിഞ്ഞ് പോണത്. അതെ, നമ്മൾ നാട്ടിൽ പോയാൽ ഒരുപാട് പൈസ നമ്മളെ അടുത്ത് നിന്ന് ചിലവായി പോകുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കും, എന്നാലും അവരതിട്ട് ചിലവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെന്നെ നമുക്ക് മാതൃക. അപ്പൊ ആ ഒരു അതേ റൂട്ടിൽ കൂടെ തന്നെ വീഡിയോസിലൂടെ ഇവിടെ ജീവിക്കുന്ന ചെലവ് എത്രയെന്നുള്ളത് കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭയങ്കര ഇൻസ്പയറിങ് ഒരു അനുഭവമാണ് മലയാളികൾക്ക്. അത് നമ്മളതിന് ആഴ്ചയിൽ 100 അങ്ങനെയാണ് കണക്ക്. 500 എന്ന് പറയുമ്പോൾ കുറവാണെന്ന് തോന്നും. പക്ഷെ ആഴ്ചയിൽ 100 ചെലവാക്കാൻ അത് ചെറുതായിട്ട് ചിലർക്കൊക്കെ മനസ്സിലാവും. ആഴ്ചയിൽ 100 ചെലവാക്കിയാൽ 4 ആഴ്ചയിൽ 400. പിന്നെ എക്സ്ട്രാ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നത് 100. അതിൽ എന്തെങ്കിലും മിച്ചം വെച്ചാൽ ബാക്കി വൈഫിന്. മാഷാ അല്ലാ. അപ്പൊ സാമ്പത്തികം വൈഫാണ് കൈകാര്യം ചെയ്യുന്നത്. അവര് പറയും. പക്ഷെ അവര് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അതും കൂടി കുട്ടികൾക്ക് വാങ്ങിച്ചാലോ എന്ന് തോന്നിയിട്ടാണ് നമ്മൾ പൈസ കൂടുതൽ ചെലവാവല്. അവര് പെണ്ണുങ്ങൾ വിചാരിച്ച പൈസ ചെലവ് കൂട്ടുകയും ചെയ്യാ, കുറക്കുകയും ചെയ്യാം. അപ്പോ പിന്നെ എന്താണ് ഇപ്പത്തെ ജോലി? ഞാൻ ഇപ്പോ ഇലക്ട്രിക്കൽ, പ്ലംബിങ് എന്തും ചെയ്യും. അങ്ങനെ ഇന്നേ ചെയ്യാന്നൊന്നുമില്ല. ഇപ്പോ കൽബയിൽ ഔക്കാഫിന്റെ ഔക്കാഫിന്റെ അണ്ടറിലാണ്. മാഷാ അല്ലാ. അപ്പോ ചെലവ് ചുരുക്കുന്ന കാര്യം പറഞ്ഞപ്പോ, നാട്ടിലും നിങ്ങള് ഇതേപോലെ ചെലവിന്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു അതോ? അങ്ങനെ നമ്മള് സ്വപ്നങ്ങളുണ്ടെങ്കിൽ പൈസ കൂടുതലേ പോകും. അങ്ങനെ ആ വരുന്നത് എന്താണോ അതിനെ ബേസ് ചെയ്യാ, ആ ഒരു പോക്ക്. ആ ഉള്ളതിൽ തൃപ്തിയായി ജീവിക്കാം. അൽഹംദുലില്ലാ. അപ്പൊ ഈ നിങ്ങളിപ്പം 500 ആഴ്ചയിൽ 100 എന്ന് പറയുന്നത് അതിനേക്കാളും ഈ പാവങ്ങളെ അല്ലെങ്കിൽ ആവശ്യക്കാരെ ചെലവായി സഹായിക്കാൻ വേണ്ടി നിങ്ങൾ അതിൽ കൂടുതൽ ചെലവാക്കുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അതുണ്ടാവും. അത് പിന്നെ മറ്റുള്ളവർക്കൊരു ഉപകാരം കിട്ടില്ലേ നമ്മളെ കൊണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെ ചാടി അപ്പൊ ജീവിതം ഒരു മാതൃകയാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു തൃപ്തിയായി മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന ഒരു ജീവിതം. അത്രതന്നുള്ളൂ. എന്നാ അതിലൊരു മോശമൊന്നും വരണില്ല ഭക്ഷണം കഴിക്കണില്ലോ. ഇപ്പൊ ഇപ്പൊ നമ്മള് ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്തായാലും ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ മുരിങ്ങന്റെ ലേറ്റ് ആവും വരിക. അല്ലെങ്കിൽ എന്തൊക്കെയാ നമ്മള് മുന്നിൽ കാണുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ കൂടി ഇങ്ങനെ ആയിക്കൂടി പാസ് ചെയ്യുമ്പോ എന്തൊക്കെയാ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ കോമ്പൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടോ, അതിനാദ്യം യൂട്ടിലൈസ് ചെയ്യും. പിന്നെ പുറത്തേക്ക് പോകുള്ളൂ. അതും നിങ്ങളെ ചെലവ് ചുരുക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. എന്നാലും ആരോഗ്യപരമായ ഭക്ഷണം കൊടുക്കുന്നത് ഒരു കാരണമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇപ്പം നാട്ടിൽ പോലും ഈ ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ പറമ്പിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് കറി വെക്കലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതം നാട്ടിൽ പോലും ഇല്ലാത്തൊരു സമയത്ത് ഗൾഫില് നമ്മൾക്ക് നിങ്ങളെ വീഡിയോയിൽ കൂടെ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നാട്ടില് ഉണ്ട്. ഇപ്പൊ ഞങ്ങളാ ഭാഗങ്ങളിലൊക്കെ എപ്പോഴും ഉണ്ട് എന്നാണ്. കാരണം കർമ്മിച്ചിക്കായി ഒന്നുകൊണ്ട് തരുമെന്ന് കഴിക്കുന്ന ടീമുകൾ ഇപ്പോഴും ഉണ്ട്. നമ്മളോടൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ ഒരു പഴയ ലെവലിൽ തന്നെയാണ് പോണത്. പിന്നെ ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടായതുകൊണ്ട് കൊറേയൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കൊറേയൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ കൊറേ പകുതിയിൽ ഏറെയും തന്നെ മാതിരി അങ്ങനെ ഇല്ല എന്നുള്ളതാണ് കൂടുതൽ. കാരണം നിങ്ങളെ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടു, ഈ ചെരങ്ങന്റെ എല്ലാരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന. അത് നമ്മൾ ഡെയിലി അങ്ങനെ തന്നെയാണ്. ഡെയിലി ഒരു പാത്രം. ചിലപ്പോ രാവിലെ അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ഡ്യൂട്ടിക്ക് പോണതിന് മുന്നേ രാവിലെ അങ്ങനെ ആയിരിക്കും. ചിലപ്പോ രാത്രി അങ്ങനെ തന്നെ, ഉച്ചക്കും അങ്ങനെ തന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും.
എനിക്ക് തോന്നുന്നു 4 മില്യന് മേലായിട്ട് ആ വീഡിയോ പോയെന്ന് തോന്നുന്നുണ്ട്. ആ, ഒരുപാട് ആൾക്കാർ കണ്ടിരിക്കുന്നത്. ഹമീദ് ഭായ് നാട്ടിലെവിടെയാണ്? ഞാൻ മലപ്പുറം തിരൂർ എത്ര വർഷമായി ഈ യു എയിൽ വന്നിട്ട്? 2005 വന്ന് ആഹാ. അങ്ങനെ പിന്നെ ചാടി 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 ഈ ഇപ്പൊ അവിടെ ദിബയിലെത്തി. ആ, ഇപ്പൊ 2026 ആ. അതിലിടക്ക് നാട്ടില് കുറച്ചു കാലം ആ, ഒരു 1.5 വർഷത്തോളം നാട്ടില് 2 വർഷത്തോളം നാട്ടില് ക്യാൻസലാക്കി നിന്നിട്ട്. അപ്പൊ എല്ലാ ചാട്ടവും ഇലക്ട്രീഷ്യൻ ആയിട്ട് തന്നെയാണോ? എല്ലായിടത്തും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആയിട്ട് തന്നെ. അപ്പൊ ഇലക്ട്രീഷ്യൻ ആവാൻ എന്തെങ്കിലും പഠിച്ചതാണോ, അതോ നിങ്ങളുടെ ഒരു ഒരു പിന്നെ ജോലി തുടങ്ങിയത് മുതൽ ഈ ഇലക്ട്രീഷ്യനിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു? ഞാന് നാട്ടില് കുറച്ചു കാലം ചെയ്ത്, ആ. പിന്നെ ഞാന് ഈ ഫ്രീ കോഴ്സുകളൊക്കെ കിട്ടുന്നതൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യും. ആഹാ. കാരണം നമ്മൾ പൈസ കൊടുത്ത് പഠിക്കാനുള്ള ഒരു സംവിധാനം അന്ന് വളരെ കുറവാണ് നമ്മളെ അതിലൊക്കെ. അപ്പോൾ ഇങ്ങനെ അങ്ങനെ എന്താ പറയാ കണ്ട് പഠിച്ച് ആ. അങ്ങനെ ഇവിടെ എത്തിയത്. അപ്പൊ ആരെങ്കിലും കീഴിൽ ആ. ഹെൽപ്പർ എന്റെ, ജോലി ചെയ്തിട്ടുണ്ടോ? ഞാൻ നാട്ടില് കുറെ ആൾക്കാരൊപ്പം പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉമ്മാന്റെ അനിയത്തിന്റെ മാപ്പിളിന്റെ ഒപ്പം, ആഹാ. ഞങ്ങൾ ആപ്പാന്ന് വിളിക്കും, ആ. ആപ്പാന്റെ ഒപ്പം പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ എൻ്റെ അമ്മായിന്റെ മോനുണ്ട് റഫീഖ്, ആ. അവര് അങ്ങനെ അങ്ങനെ കുറെ ആൾക്കാരൊപ്പം പോയിട്ട് പഠിച്ച. പോയി പഠിച്ചു. ആ. പിന്നെ ഗൾഫിലേക്ക് വരാനുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു അത്? ഗൾഫിലേക്ക് വരാന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു കഥയാണ്. എന്താണ് കഥയാണ് നമുക്ക് കേൾക്കേണ്ടത്? നമ്മളെ നാട്ടിൽ മലപ്പുറത്ത് പറഞ്ഞാല് ആ. എങ്ങനെയെങ്കിലും ഒന്ന് അക്കരെ പോവാ അല്ലെങ്കിൽ പച്ചപിടിക്കുക എന്നുള്ള ആ. ലക്ഷ്യമാണ്. അതെ. അപ്പൊ നമ്മള് ഇതേമാതിരി നമ്മൾ ദുബായിക്ക് പോകണം എന്നുള്ള ചിന്ത ആയി തുടങ്ങിയിട്ടില്ല. ആ. ഏകദേശം 19 വയസ്സൊക്കെ ആവണുള്ളൂ. ആ. അപ്പോൾ നമ്മളിങ്ങനെ വയറിങ്ങിന് വരണ് എന്നുള്ള ഇതേ ഉള്ളൂ. പക്ഷെ SLC വേണമെന്നുള്ള ഒരു പ്രശ്നം വന്ന്. ഞാനാണെങ്കിൽ 7ാം ക്ലാസ് വരെ സ്കൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷമാണ് ഞാൻ പലയാതി ജോലികൾ ചെയ്ത് ചാടി ചാടി വന്നത്. എന്തൊക്കെ ജോലി ചെയ്ത്? ഞാൻ വെല്ലിപ്പാന്റെ ഹോട്ടലിൽ നിന്നാണ് ഫസ്റ്റ് തുടങ്ങണത്. ആ. വെല്ലിപ്പാനെ സഹായമായിട്ട്. അതായത് 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെല്ലിപ്പാനെ ഇടക്കിടക്ക് സഹായിക്കാൻ പോകും. ആ. അങ്ങനെ ഈ ഇടക്കിടക്ക് സഹായിക്കാൻ പോയതുകൊണ്ട് തന്നെ 7ാം ക്ലാസ് തോറ്റി. അപ്പൊ സുലൈമാനി ഉണ്ടാക്കിയിട്ടാണ് 8ാം ക്ലാസ്സിൽ ജോലി തുടങ്ങിയത്. സുലൈമാനി ഉണ്ടാക്കിയിട്ടാണ്. അങ്ങനെ 8ാം ക്ലാസ്സിലാണ് ഫസ്റ്റ് തോറ്റ്. ആ. തോറ്റപ്പോ ഇനി മതിച്ചു പോയത്. ഇജ്ജിവിടെ വീട്ടിൽ തന്നെ നിന്ന് പറഞ്ഞു. ആ. നമ്മള് ചെറിയ കുട്ടികളല്ലേ, സന്തോഷം. അങ്ങനെ അവിടെ നിന്ന് അവിടെ കണ്ടിന്യൂ ചെയ്ത്. ആ. അങ്ങനെ പിന്നെ അവിടെ ഒരു 3-4 വർഷം അവിടെ തന്നെ നിന്ന്. ഉം. പിന്നെ അതിന്റെ അടുത്ത് വേറെ ഹോട്ടലിൽ തുടങ്ങിയ കാരണം നമുക്ക് കച്ചവടമില്ല. നമ്മൾ പുട്ട് പഴം അങ്ങനെയൊക്കെ വിറ്റിന് വെല്ലിപ്പാന്റെ അതെ. അങ്ങനെ ഒരു കച്ചവടത്തിന്. ആ. പിന്നെ അത് വിറ്റ്. അപ്പൊ അതിന്റെ അടുത്തുണ്ട് ഒരു മൃഗാശുപത്രി തുടങ്ങണം. ആ. നാട്ടില് പറവന്നൂർ പാറക്കല്ലിങ്ങന്ന് കുറച്ച് കടുങ്ങാത്തോണ്ട് കൽപ്പകഞ്ചേരിന്റെ ഉം. പാറക്കല്ലിന്റെ അടിയിലായിട്ട് പറവന്നൂർ എന്ന സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഒരു മൃഗാശുപത്രി പുതുതായിട്ട് ഒരു ഇതിന്റെ കീഴിൽ വരുന്നുണ്ട്. ഉം. അപ്പൊ അതില് ടെമ്പററി ആയിട്ട് തൽക്കാലം അങ്ങനെ ഇത് അടക്കാനും തുറക്കാനും ഒരാൾ എന്നുള്ള നിലക്ക് ആ. പിന്നെ അവിടെ ഞാനവിടെ നിന്ന് ഒരു കമ്പൗണ്ടർ. കമ്പൗണ്ടറായിട്ട്. അന്ന് ഫസ്റ്റിലൊന്നും എനിക്ക് ശമ്പളമൊന്നുമില്ല. ആ. ഫ്രീ ആയിട്ട് അങ്ങനെ പിന്നെ ആരെങ്കിലുമൊക്കെ ഒപ്പം ഇങ്ങനെ പശുവിനെ കുത്തിയേക്കാൻ ഇതിനൊക്കെ പോകുമ്പോൾ ആ. ആരെങ്കിലുമൊക്കെ 10 റുപ്യ 15 രൂപ. അതിൽ രസകരമായ സംഭവങ്ങളുണ്ട്. ഈ വയസ്സായ ആളുകൾ ഇതിനെ കുത്തിക്കുന്ന നേരത്ത് ചെറിയ കുട്ടികളവിടെ നിർത്തൂല. ആ. അപ്പൊ ഞാൻ 8ാം ക്ലാസ് ആ ഒരു 9 ആ ഒരു കാറ്റഗറിയിലുള്ള ആളല്ല, ചെറിയ ആളാ. ആ. അപ്പോ ഞാനിതിന്റെ ഒപ്പം വന്ന ആളാന്നുള്ളത് അവർക്ക് ചിലപ്പോൾ അറിയില്ല. ഇവിടുന്ന് അപ്പുറത്തെ കുട്ടികളാന്ന് വിചാരിച്ചിട്ട് ഓടിക്കൂ. ഞാനിതിന്റെ ആളാന്ന് പറയും. അങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ട്. അങ്ങനെ പിന്നെ അവിടെ 3-4 വർഷം അവിടെ നിന്നിട്ടുണ്ട്. ആ. ടെമ്പററി. നിങ്ങളോടൊക്കെ സംസാരിക്കാൻ തുടങ്ങി പിന്നെ? ഇല്ല, അവര് ഡോക്ടറാണ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മള് ഇത് അടക്കാന്നുള്ള ലക്ഷ്യം നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ. പിന്നീട് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോ പണി പഠിച്ച് പിന്നെ ഒപ്പം ഇങ്ങനെ പോക്ക് വന്ന് തുടങ്ങി പിന്നെ ഇതിന് ശരിക്കും ഒരാളുണ്ട്, ആ. ഒറിജിനൽ ആളുണ്ട്. ആ. നമ്മൾ ടെമ്പററി ഇങ്ങനെ ആ. തുറക്കാനും അടക്കാം. അത് പഴയ നിരപ്പലാന്നറിയും. അറിയാം പണ്ടത്തെ പീടിക. അതിന് ഇത് തുറക്കാനും ഇത് അടക്കാനും ഒരു ഒന്ന് പൊക്കിയിട്ട് എടുക്കണം. അപ്പൊ ഇതിന് 2 ഐറ്റം കള്ളനൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് ഉന്തിയിട്ട് ഇങ്ങോട്ട്. ഡോക്ടർക്ക് ചിലപ്പോ ഏലായിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ഇത് തുറക്കാനും ഇതിന് അടക്കാനുമാണ് ഞാനാവുന്നത്. അങ്ങനെ പിന്നെ ഇങ്ങനെ കാലക്രമേണ അങ്ങനെ ആയി അങ്ങനെ ചാടി പിന്നെ അവിടുത്തെ ഒരാളായി മാറി. അങ്ങനെ പിന്നെ എന്നെ അവിടെ നിർത്തി. പിന്നെ ഞാൻ പോവാന്ന് പറഞ്ഞപ്പോ പിന്നെ ഒരു 10 റുപ്യ തരല് തുടങ്ങി. 300 റുപ്യ നാട്ടിലത്തെ 300 റുപ്യ തരല് തുടങ്ങി. അപ്പൊ പിന്നെ ഇൻട്രസ്റ്റ് ആയി. അപ്പൊ പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് 3. പിന്നെ അത് 12 1 മണിയാകുമ്പോ തീരും ഉച്ചക്ക്. അത് തീർന്നാൽ ഞാൻ നേരെ ഇൻട്രസ്റ്റിൽ പോകും. എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കാന്നുള്ള അന്ന് നമുക്ക് ഇതുണ്ട്, എന്തെങ്കിലും കൈത്തൊഴിൽ പഠിക്കാം. ഞാൻ ഇൻട്രസ്റ്റിൽ പോവും. മാമ്പ്ര
നിസാർ കരീം പറഞ്ഞിട്ട് രണ്ടാൾക്കാർ നടത്തുന്ന ഇൻഡസ്ട്രിയിൽ പോയിട്ട് ആ. അവിടെ വെൽഡിങ്, അവിടെ 8 ആള് പണിക്കാരാ. ആ. അവിടെ നമ്മളെന്ത് ചെയ്യണം, നമ്മള് ഉച്ചക്ക ചെല്ല, ആ. ആദ്യം അവർക്ക് ചോറ് വെക്കണം. ചോറ് വെച്ചുകൊണ്ട് തിരുമ്പോത്തിന് ഈ 8 ആള് ഉണ്ടാക്കി വെച്ച ഇൻഡസ്ട്രിയിലെ സാധനങ്ങളുണ്ട്, അതിമ പെയിന്റ് അടിക്കണം. എത്ര അടിച്ചാലും ബ്രഷ് ആയിട്ട് അടിച്ചാൽ തീരൂല. അവസാനം എന്ത് ചെയ്യും, സീലിയിൽ മുക്കിയിട്ട് വരതിയിട്ടെങ്കിലും ഇത് വിടും, ഒപ്പിച്ചു വിടും. അങ്ങനെ പിന്നെ ഒക്കെ ഇങ്ങനെ അവിടെയും പോകും. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ STD ബൂത്തിൽ വൈകുന്നേരം 7 മണിക്ക് ശാളമാണെന്നാണ്. അപ്പോൾ ഇത് 6 മണിക്ക് കഴിയും. അപ്പോൾ 7 മണിക്ക് അവിടെ പോയിട്ട് STD ബൂത്തിൽ 10 മണി വരെ ഇരിക്കും. ഒരു ചെയിൻ സർവീസ് ആണ്. അപ്പോൾ ഒരു 4 മാസം വരെ പോയപ്പോൾ തന്നെ ഞാൻ വീക്കായി, ചടച്ചി. അങ്ങനെ പിന്നെ ഒക്കെ നിർത്തി. ഇൻഡസ്ട്രിയിൽ ഇത് രണ്ടും തന്നെ. പിന്നെ ഇൻഡസ്ട്രിയിൽ വെൽഡ് ചെയ്തിട്ട് കണ്ണിന് പ്രശ്നമായിട്ട് അതും പിന്നെ അങ്ങനെ നിർത്തി. പിന്നെ ഒരു ദിവസം ഈ പാലക്കാട്ടിൽ നിന്ന് നൈട്രജൻ വരും, ഈ ബീജം സൂക്ഷിക്കാൻ 21 ദിവസം കൂടുമ്പോൾ ഒരു സാധനം വരും. അത് ഒരു ദിവസം ഞാൻ വാങ്ങിയേക്കാൻ മറന്ന്. അപ്പോൾ ഒരു പ്രാവശ്യം ഇതേമാതിരി ഒപ്പിടേണ്ട എന്തോ പ്രശ്നമായിട്ട് ഞങ്ങൾ പാലക്കാട് പോയി വാങ്ങിയിട്ട്, ഇത് നിർബന്ധമാണ്, അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങാൻ ഞാൻ മറന്ന്. അപ്പോൾ അന്ന് കട്ടക്കാലത്തിന് അറിയില്ല, ഡോക്ടർ ഇതിനൊപ്പം വന്നിട്ട് ഡോക്ടർ വാങ്ങി വെച്ചിരിക്കണം. അങ്ങനെ പിന്നെ ഡോക്ടർ ചാവി കൊടുത്ത് എന്താണ് 2 ദിവസം എനിക്ക് പണിഷ്മെന്റ് എന്ന്. 3-ാമത്തെ ദിവസം 4 ദിവസം ഞാൻ പോയി. അപ്പം ഞാൻ അപ്പോത്തിന് പറവന്നൂർ എന്ന സ്ഥലത്ത് നിന്ന് ഉമ്മാൻ്റെ വീട്ടിൽ താമസിച്ചു. അവിടുന്ന് ഇപ്പാൻ്റെ വീട്ടിൻ്റെ അവിടേക്ക് താമസം മാറി. ഇമ്മാൻ്റെ വീട്ടിൻ്റെ ഇവിടേക്ക് താമസം മാറാൻ കാരണം വല്യപ്പയും വല്യമ്മയും മാത്രമേ ഉള്ളൂ, 5 പെൺമക്കൾ. അപ്പോൾ അവർക്ക് ആരും ഇല്ല നോക്കാൻ, ആൺകുട്ടികൾ. അങ്ങനെ ഞാൻ വരും, എൻ്റെ പെങ്ങൾ ആദ്യം ഉണ്ട്, പിന്നെ ഞാൻ വരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞതിന് ശേഷം വരെ നോക്കി ഇതാക്കി. അങ്ങനെ വല്യപ്പ മരിച്ച്, പിന്നെ വല്യമ്മ മരിച്ച്. വല്യമ്മ മരിച്ചപ്പോഴാണ് വല്യപ്പാനെ നോക്കാനാണ് ഞങ്ങൾ ഉപ്പാൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് വളർന്ന് അങ്ങനെ ഇതായി. പിന്നെ വല്യപ്പയും മരിച്ച്. പിന്നെ ഇവിടെ ആരും ഇല്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞ് അമ്മീൻ്റെ ഒക്കെ അങ്ങോട്ടാണ് തിരിച്ചു പോയിട്ട് ഞാൻ ഇത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ഈ ജോലികൾ. പിന്നെ ഞാൻ അവിടുന്ന് വരണമെങ്കിൽ 12 റുപ്യ ചെലവാ, 10 കിട്ടണുള്ളൂ. അപ്പോൾ എനിക്ക് നഷ്ടമാണ് വരുന്നത്. എന്നാലും ഞാനിതൊരു സംഗതി അല്ലേ വെച്ചിട്ട് ഇങ്ങനെ പോവുകയെന്ന്. അങ്ങനെയാണ് കച്ചവടത്തിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ചാവി മൂപ്പര് 3-4 ദിവസം കൊണ്ടുവരാതായപ്പോൾ 4-ാമത്തെ ദിവസം ഞാൻ വന്നതുമില്ല. ഞാൻ അതോടുകൂടി ജാനവാദമായിട്ട് അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ നേരെ കുറ്റൂര് എന്ന സ്ഥലത്തേക്ക് തന്നെ ഉപ്പാന്റെ വീട്ടിലേക്ക് അവിടെ പോയിട്ട് ഒരു കുറച്ചാലും വെറുതെ നടന്നിട്ട് ഒരു സ്റ്റേഷനറി കടയിൽ തൂക്കി കൊടുക്കാൻ നിന്ന്. പിന്നെ അവിടുന്ന് തിരൂര് പോയി, തിരൂരിന്ന് അവിടെ ഒരു കടയിൽ തൂക്കി കൊടുക്കാൻ നിന്ന്. പിന്നെ പെട്രോൾ പമ്പിൽ പോയി അവിടെ ജോലി ചെയ്ത്. അങ്ങനെ പിന്നെയാണ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ്, അപ്പോഴാണ് ദുബായിക്ക് വരണമെങ്കിൽ SLC വേണമെന്ന് പറഞ്ഞു. അവിടുന്ന് എന്ത് ചെയ്ത് പഠിക്കണം എന്നുള്ള ഒരു ചിന്താഗതി വന്ന്, പിന്നെ ഈ സ്കൂൾ കുട്ടികളൊക്കെ പോണതൊക്കെ ഇങ്ങനെ ഒരു എനർജി ആയി വന്ന്. അങ്ങനെ പിന്നെ 10ാം ക്ലാസ് ഓവറേജ് ആയിട്ട് എഴുതാമെന്ന് വിചാരിച്ച്. അങ്ങനെ ചെന്നപ്പോൾ 18 അപ്പോൾ ആയിട്ടില്ല. അപ്പോൾ 18 ആവാൻ കാത്തുനിന്ന് 18 SLC എഴുതി, അതിൽ ഞാൻ പാസ്സായി. അങ്ങനെ അത് പാസ്സായിട്ട് മാഷാ പാസ്സായി. പിന്നെ ഞാൻ +1 പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഈ 10ാം ക്ലാസ് പഠിക്കണത് തന്നെ ശനിയും ഞായറും ഞാൻ സ്കൂൾക്ക് പോകില്ല. അന്ന് ഞാൻ ജോലിക്ക് പോകും, ഇലക്ട്രിക്കലിന്റെ ജോലിക്ക് പോകും. അവിടുന്ന് 150-200 റുപ്യ കിട്ടും കൂലി. അപ്പൊ അത് ഫീസായിട്ടും കൊടുക്കും, ഈ 4-5 ദിവസം നമ്മളെ ഭക്ഷണമായിട്ടും പോകും. അങ്ങനെ പോയിട്ട് അങ്ങനെയാണ് പഠിച്ചത് SLC. അങ്ങനെ പിന്നെ SLC പാസ്സായി, +1 പോണം തോന്നി. അപ്പോൾ എനിക്ക് വിസ വന്ന് ദുബായ്. അങ്ങനെ അബുദാബിക്ക് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് അവിടുന്ന് അങ്ങനെ ജോലി വന്നു, പ്ലംബറായിട്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ജീവിതം മാറി. അവിടുന്ന് എന്താണ് ജീവിതം എന്ന് ശരിക്കണ്ട് പഠിച്ച്. അതുവരെ ചെയ്തതല്ല ജീവിതം, ഇവിടെ വന്നതാണ് ജീവിതം എന്ന് മനസ്സിലായത്. വലിയൊരു അനുഭവം എന്ന് പറഞ്ഞാല് ഞങ്ങൾ വരുന്നത് തന്നെ ഭയങ്കര കഥയാണ്, പറഞ്ഞാൽ തീരുമെന്നറിയില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? വരുന്നത് ഞങ്ങൾ 6 ആൾ കൂടിയിട്ടാണ് വരുന്നത്, ശ്രീലങ്ക ഫ്ലൈറ്റിനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ദുബായിൽ നിന്ന സ്വപ്നവും പുള്ളിത്തുണിയും വയക്കുറുക്കുമായിട്ട് ചാടിച്ചാടിയിട്ടാണ് കയറി വരുന്നത് തന്നെ. അപ്പോൾ ഇതായിട്ട് വരുമ്പോൾ ശ്രീലങ്കയിൽ വന്ന് 3-4 മണിക്കൂർ നിൽക്കണ്, അങ്ങനെ പോയിരുന്നു. അങ്ങനെ ഇവിടെ രാത്രി അബുദാബിയിൽ 12 മണി 11 മണി ആകുമ്പോഴാണ് വന്നിറങ്ങുക. 9 മണി 10 മണി ആ ടൈമിലാണ് വന്നിറങ്ങുക. അങ്ങനെ അവിടുന്ന് തന്നെ പിക്കപ്പിന്റെ ബാക്കിൽ കുറെ ബെഡിന്റെ മുകളിൽ ഞങ്ങൾ ഇരുത്തിയിട്ട് വണ്ടിയിൽ കൊണ്ടുപോകും. വലിയ പിക്കപ്പിന്റെ ബാക്കില്. അങ്ങനെ അതിൽ ഞങ്ങളെ കൊണ്ടുപോവാണ്. അങ്ങനെ ഞങ്ങൾ ഏത് വർഷമായിരുന്നു അത്? 2005. അങ്ങനെ ഞങ്ങള് ഇവിടുന്ന് പിക്കപ്പിൽ ഇട്ട് കൊണ്ടുപോകണം. അവർ ഓഫീസിൽ കൊണ്ടുപോണ്. ഓഫീസിൽ ചെന്നിരുന്നപ്പോൾ ഈ അവര് ഇന്റർവ്യൂ നടത്തണം തന്നെ, ഓരോരുത്തർക്ക് എത്ര ഇതുണ്ട് നോക്കാനാണ്. അങ്ങനെ ഒരാളിങ്ങനെ നടന്നു പോയപ്പോൾ അയാൾ പിന്നെ വരുന്നത് ബോധം കെട്ടിട്ടാ ഓഫീസിനുള്ളിൽ നിന്ന് വരുന്നത്.
അയാൾ എന്തോ ഒരു പ്രശ്നമായിട്ട് പ്രഷർ കുറഞ്ഞിട്ട് എന്തോ ആണ്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അത് കണ്ടപ്പോൾ ഞങ്ങൾ ആകെ ബേജാറായി. അങ്ങനെ പിന്നെ അപ്പോത്തിന് 10 മണിയായി. അവിടെ ഓഫീസ് അടക്കാനായി. അപ്പോൾ ഇന്റർവ്യൂ നടത്താനാണ്. അങ്ങനെ എല്ലാവരും കൂടി പടപടാച്ചിട്ട് ഇന്റർവ്യൂ നടത്തുക. അപ്പോൾ ഇന്റർവ്യൂ നടത്തുന്നത് നമുക്ക് അറബി അറിയില്ല, ഹിന്ദി അറിയില്ല, ഒന്നും അറിയില്ല, മലയാളം മാത്രമേ അറിയുള്ളൂ. അങ്ങനെ വന്ന് ഇവർ എല്ലാവരും കൂടി ഇന്റർവ്യൂ നടത്തും. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് പൈപ്പ് ഒട്ടിക്കുമ്പോൾ എന്ത് തേക്കണം. അപ്പോൾ എല്ലാവരും കൂടി സോൾവെൻ പശ ഗ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസം. അങ്ങനെ പിന്നെ അവർ പറഞ്ഞ് എല്ലാവരും കൂടി പറയണ്ട, ഓരോരുത്തർ പറഞ്ഞു. അപ്പോൾ ഡ്രോയിങ് മറിച്ചിട്ട് പിന്നെ ഓരോരുത്തരോട് ചോദ്യമായി. അങ്ങനെ പിന്നെ നമ്മളൊക്കെ ഒരു കൂലി ഹെൽപ്പർ എന്നുള്ള നിലക്ക് ഞങ്ങളെല്ലാവരും മാറ്റി. 2 ആളെ മാത്രം ഒരു മെയിൻ പണിക്കാരെന്നു, ബാക്കിയുള്ളവരെ 4 ആൾക്കാരെ കൂലി എന്നുള്ളതേക്കും മാറ്റി. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ പോവാം. അപ്പോഴും രാത്രി 12 മണിയായിട്ടായി. അപ്പോൾ അവിടെ റൂമിൽ ചെന്നപ്പോൾ 17 ആൾ ഒരു റൂമിൽ, ഒരു AC യും ഒരു പുകയും ആകെ കാണുന്നത്. ഒരു 12 മണിയൊക്കെ കഴിക്കുന്നത്. അങ്ങനെ അതിനുള്ളിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ ഭക്ഷണം ഉണ്ടായിരുന്നു, അത് തിന്ന് കിടന്ന് 4 മണിയാകുമ്പോൾ ഞങ്ങളെ വിളിച്ചോണത്തി ഡ്യൂട്ടിക്ക് പോകണം എന്നിട്ട് സൈറ്റ് പോകണമെന്നാണ്. അങ്ങനെ ഞങ്ങളെ ഡോർമലുണ്ട് ഞങ്ങളെ ഭക്ഷണം. അവർ ഞങ്ങളെ കൊടുന്ന ആൾക്കാരെ ഏൽപ്പിച്ച് വെച്ച് ആ ഭക്ഷണം കൊടുത്തുകൊണ്ട് 4 മണിയാകുമ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി പോയി. ആ ഇട്ട തുണി കുപ്പായം നാട്ടിൽ നിന്ന് വരുന്ന ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെയാണ് സൈറ്റിക്കും പോണത്. അങ്ങനെ ആ പോക്ക് പോയി. ഫസ്റ്റ് ദിവസം തന്നെ പേരും ചീത്ത. ഈ മിസിരി ആ ടൈപ്പ് ആളുകളാണ്, ഭയങ്കര ചീത്ത. ഞങ്ങളിതിങ്ങനെ കേട്ടുകൊണ്ട് ചിരിക്കാണ്. കാരണം അറബി നമ്മൾ ഫസ്റ്റായിട്ട് കേൾക്കുന്നു, അറിയില്ല. അങ്ങനെ പിന്നെ ഒരു പാകിസ്ഥാനിനെ വിളിച്ചപ്പോൾ ഹിന്ദി ഞങ്ങൾക്ക് അറിയോ, അതും അറിയില്ല. അങ്ങനെ പിന്നെ അവർ വരച്ച് കാണിച്ചെന്ന് അങ്ങനെയൊക്കെ കുറെ സംസാരിച്ച് അങ്ങനെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്താണ് ഏതാണെന്നൊക്കെ പഠിച്ച് എല്ലാം കഷ്ടപ്പെട്ട 3 വർഷം. കാരണം അവര് 9 മണിക്ക് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. നമ്മൾ 4 മണിക്ക് സൈറ്റിൽ പോകണം. അപ്പൊ നമ്മൾ സെല്ലാജിന്ന് ഇങ്ങനെ നെക്കിയിട്ട് വെള്ളം കുടിച്ചിട്ടാണ് പോണത്. നമുക്ക് രാവിലെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ മലയാളികളല്ല, വെള്ളം അറിഞ്ഞാൽ എന്തെങ്കിലും പണി നടക്കുള്ളൂ, ചാർജ് ആവുള്ളൂ. ഇത് ഇവർക്കതൊന്നും പറ്റൂല. നമ്മളെടങ്ങാറായി കുറച്ചാണ്ട് കഷ്ടപ്പെട്ട് പിന്നെ ശീലായി. സെല്ലാജിന്ന് വെള്ളം കുടിക്കും, ഇത്ര ഭാഗമാണ്ട് കഴുകും, കണ്ണ് കേൾക്കൂല. സൈറ്റിൽ നിന്ന് വണ്ടിയിൽ ഇരുന്നൊരു സൈറ്റിക്ക് ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ ഓടാണ്ടാവും. ആ സമയം കൂടി ഉറങ്ങും. എന്നിട്ട് അല്ല, സൈറ്റിൽ ഇറങ്ങിയിട്ടും ഈ ടിഫിൻ ബോക്സ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങള് 10 ആൾക്കാർ മെസ്സ് ഉണ്ടാവും. 10 ആക്കി 20 ആക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. കാരണം രാത്രിയും ഫുഡ് കഴിക്കണം, ഉച്ചക്ക് കൊണ്ടുപോകും വേണം. പിന്നെ 9 മണിക്ക് ഈ ഇന്റർവെല്ല് പറഞ്ഞ മാതിരി 9 മണിക്ക് രാവിലെ കഴിക്കും വേണം. കാരണം രാവിലെ ചായക്കടി ഇല്ലല്ലോ, ഇതിന്റെ ഒരു ടിഫിൻ ബോക്സ് കഴിക്കും 9 മണിക്ക്. 12 മണിക്ക് ശേഷം ഇതും കഴിക്കും. പിന്നെ അന്നത്തെ ഫുഡ് കഴിഞ്ഞ് അങ്ങനെയാണ് ജീവിതം. അന്ന് അങ്ങനെ ഇവിടെ എപ്പോഴും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഈ ടിഫിൻ ബോക്സിൽ ഒരു ദിവസം പുളിങ്ങ ഏറെ പിഴിഞ്ഞ് പാർന്നില്ലെങ്കിൽ കറി കേടരും. കാരണം ചൂടാണ്, തിളക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനൊക്കെ ആയിട്ട് അതിൽ ഏറ്റവും കഷ്ടപ്പെട്ടത് ബിൽഡിങ്ങിൽ പഠിക്കുമായപ്പോഴാണ്. ലിഫ്റ്റ് കേടായപ്പോൾ കുറച്ച് സിമെന്റ് ആവശ്യം വന്ന്. അപ്പൊ നമ്മളിത് മേലേക്ക് ലിഫ്റ്റ് ഇല്ലാതെ കയറണം. ഒരു കുപ്പി വെള്ളം തൊക്കിലും വെച്ചിട്ട് ഒരു ചാക്ക് സിമെന്റ് ആയിട്ട് മേലേക്ക് കയറിപ്പോവും. ഇത് അവിടെ എത്തുമ്പോൾ നമ്മൾ കുഴങ്ങും. എത്ര ഫ്ലോർ? അത് അന്ന് 21 ഫ്ലോറിന്റെ ബിൽഡിംഗ് ആണ് ഉണ്ടാക്കണത്. നമ്മൾ ഇതിന്റെ 10ാം നില അല്ലെങ്കിൽ 15, 20 അങ്ങോട്ട് ആണ്ട് കയറി പോകുമ്പോൾ തന്നെ നമ്മൾ കുഴങ്ങും. ഈ വെള്ളം 1.5 ലിറ്ററിന്റെ വെള്ളം തീരും. അപ്പോൾ തന്നെ വേർക്കും ചെയ്യും, പിന്നെ ഇത് തളരും ചെയ്യും, പിന്നെ അതിന്റെ പുറമെ മൂത്രയിക്കാൻ മുട്ടും ചെയ്യും. അപ്പൊ അതിന് എത്ര പ്രാവശ്യം കയറണം ഒരു ദിവസം? അത് ചിലപ്പോൾ എന്തെങ്കിലും സാധനം എടുക്കാൻ ചിലപ്പോൾ താഴത്തേക്ക് പോകേണ്ടി വരും, പിന്നെയും കയറേണ്ടി വരും. ലിഫ്റ്റ് കേടായാലാണ് പ്രശ്നം. അല്ലെങ്കിൽ പിന്നെ ഈ ലിഫ്റ്റിൽ ഇറങ്ങാൻ ഓർമ്മയായിട്ട് ഒരുപാട് ഓർമ്മകള്. അവിടുന്ന് പിന്നെ ആ 3 വർഷത്തിന് ശേഷം അവിടുന്ന് പിന്നെ ദുബായിക്ക് ഇഞ്ഞില്ല, എയർപോർട്ടിക്ക് ഇനി വരൂല എന്ന് പറഞ്ഞിട്ട് കൊള്ളി മുറിച്ചിട്ട് നാട്ടിക്ക് വിട്ട്. 2008, 2008 പിന്നെ ഇല്ലാന്ന് പറഞ്ഞു പോവാ. പിന്നെ നാട്ടിലെത്തിയപ്പോൾ നാട്ടിലത്തെ സിറ്റുവേഷന് പിന്നെ അറിയാലോ. അപ്പൊ തോന്നും ആ കുടിക്കുന്ന വെള്ളം കുടിച്ചിങ്ങാണ്ട് കിടന്നാൽ മതിയായിരുന്നു, വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കഷ്ടപ്പാടാണെങ്കിലും കിടക്കായിരുന്നു അല്ലെങ്കിൽ നിൽക്കായിരുന്നു എന്ന് തോന്നി. പിന്നെ രണ്ടും കൽപ്പിച്ച് വീണ്ടും അന്ന് ചെന്നപ്പോൾ സാലറി 2 മാസം കൂടുമ്പോൾ 1.25 മാസം കൂടുമ്പോൾ സാലറി ഇട്ട് 600 ദിറംസിന്റെ താഴെ സാലറി. പിന്നെ പോരാനായപ്പോ തന്നെ 1600 ആ ഒരു കാറ്റഗറി. പിന്നെ ദുബായിക്ക് ഇല്ലാന്ന് വിചാരിച്ചതാ. പിന്നെ നാട്ടില് കണ്ടക്ടർ ആയിട്ടും ക്ലീനർ ആയിട്ടൊക്കെ ഒരുപാട് ജോലി ചെയ്ത്, കണ്ടക്ടർ ലൈസൻസ് എടുത്ത് അങ്ങനൊക്കെ ജോലി ചെയ്ത്. എന്താണ് ഈ കണ്ടക്ടർ ലൈസൻസ് എന്ന് പറയുന്നത്? ഡ്രൈവിംഗ് ലൈസൻസ് അല്ല, കണ്ടക്ടർ ആവണമെങ്കിൽ ലൈസൻസ് വേണം, നിർബന്ധം നാട്ടില്. ഇപ്പോഴും അതിനെക്കാട്ടും നിർബന്ധം. ഇപ്പൊ SLC പാസ് വരെ വേണം, അത് നാളെ കിട്ടുള്ളൂ.
അപ്പൊ അത് നോർമൽ ആൾക്കാർക്ക് അധിക കിട്ടൂല. ആൾക്കും അറിയാത്തൊരു ഉം. സംഗതിയാണിത്. അതെ, അത് SLC പാസ് ഉള്ളവർക്ക് മാത്രമേ കണ്ടക്ടർ ലൈസൻസ് കിട്ടുള്ളൂ. അത് ശരി. എനിക്കൊക്കെ അതുണ്ട്. ആ. എങ്ങനെങ്കിലും ജീവിക്കണമല്ലോ. അപ്പൊ അതൊക്കെ അന്ന് എടുത്തിട്ട് നമ്മള് കണ്ടക്ടർ ആവാൻ എനിക്ക് മടിയാ. ആ. എനിക്ക് ക്ലീനർ ആവുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടക്ടർ കുഞ്ഞാക്കാന്നൊക്കെ പറഞ്ഞാല് എല്ലാരും കൊണ്ടുപോകണം, എല്ലാ സ്കൂൾ കുട്ടികളെയും കൊണ്ടുപോകണം എന്നുള്ള ചിന്താഗതി. ആ. എല്ലാരും ഞാൻ പരമാവധി കയറ്റും. പിന്നെ പരമാവധി കയറ്റുക പറഞ്ഞാൽ നമ്മൾ ഈ ബസ്സിന്റെ മുന്നത്തെ ബസ്സിന്റെ മുന്നിലാവും അധികം ഉണ്ടാവും കണ്ടക്ടർ ക്ലീനർ ആകുമ്പോ. ആ, അതെ. ഇതിനാട്ടം അതെ. ടൈമിന് പറഞ്ഞയക്കാന്നുള്ള അതെ. ലക്ഷ്യത്തിൽ അതെ. പോണ. അപ്പോ അവരുടെ വണ്ടിയിൽ എങ്ങനെ കുട്ടികളെ ഫുള്ളാക്കുക, എന്റെ വണ്ടിയിൽ എങ്ങനെ കുറക്കാന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം ഉണ്ടാവല്. ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ നിങ്ങള് നേരെ കൂടുതല് opposite ആണ്. അല്ല, നമ്മളെ ലക്ഷ്യം അതാണ്. അവരെ ലക്ഷ്യം പരമാവധി എങ്ങനെ കുട്ടികളെ കുറക്കാന്നുള്ളതാണ് മുന്നത്തെ വണ്ടിയില് അവരെ കണ്ടക്ടറേയും ഡ്രൈവറേയും ലക്ഷ്യം. ആ. പക്ഷെ നമ്മൾ ക്ലീനറായ നമ്മളെ ലക്ഷ്യം ഇതാണ്. പക്ഷെ ആളുകളെ വിചാരം എന്താണെന്ന് വെച്ചാല് നമ്മളും ആ വണ്ടിന്റെ ആളാണെന്നാണ് എല്ലാരും വിചാരിക്കുക. പക്ഷെ നമ്മൾ സത്യത്തിൽ നമ്മൾ ആ വണ്ടിന്റെ ആളല്ല, മനസ്സിലായി. ഇതിന്റെ മുന്നത്തെ വണ്ടിന്റെ ആളാണ്. ഇവരെ കറക്റ്റ് പറഞ്ഞയക്കും വേണോ, ആ. ഇവന്റെ ഇതിൽ പരമാവധി കുട്ടികളെ കയറ്റണം. ഏറ്റവും വേണം. ആ, അപ്പൊ നമ്മള് എന്ത് ചെയ്യും, ഇത് സത്യമായൊരു സത്യമാണ്. ഇതുവരെ ഇങ്ങനത്തെ സത്യം പറഞ്ഞിട്ട് ആരും പറയലുണ്ടാവില്ല അങ്ങനെ. മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്യും, പരമാവധി കുട്ടികളെ വണ്ടിയിൽ കയറ്റും. അങ്ങനെ പിന്നെ പരമാവധി നമ്മള് എല്ലാരും സഹകരിച്ച് പോണതാ. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഞാൻ ചാടിച്ചാടി. പിന്നെ വീണ്ടും ദുബായിക്ക് എങ്ങനെ എത്തി? പിന്നെ അതേമാതിരി നാട്ടില് ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന് നമ്മളൊരു സ്നേഹിതണ്ട്. അവന് പത്രത്തിൽ നോക്കിയിട്ട് ഇന്റർവ്യൂ ഉണ്ട് പറഞ്ഞ്. അങ്ങനെ ബസ്സിൽ നിന്ന് എന്നോട് ലീവാക്കാൻ പറഞ്ഞ് ആ. ബസ്സിൽ നിന്ന് ലീവാക്കിയിട്ട് ഇന്റർവ്യൂക്ക് കടുങ്ങാത്തോണ്ട് പോയി. കടുങ്ങാത്തോണ്ട് പോയപ്പോൾ അവിടെ പെരും ജനം, ആ. വലിയ പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട്. ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല, ആ. പാസ്പോർട്ട് പോലും ഇല്ലാന്നുള്ള മാതിരിയാണ് ഞങ്ങൾ ചെന്നിട്ട്. ഞങ്ങൾ 3 ആൾക്കാർ ചെല്ലണേ. ആ. അതിൽ ഞങ്ങൾക്ക് 2 ആൾക്ക് കിട്ടി. ഗഫൂർ എന്ന് പറഞ്ഞ അവനക്കും എനിക്കും കിട്ടി. വേറെ റഫീഖ് പറഞ്ഞ ചങ്കുണ്ടതിന്, ഓനക്ക് കിട്ടിയതും ഇല്ല. ആ. ഞങ്ങൾക്ക് 2 ആൾക്കും കിട്ടി. കിട്ടി. ഞങ്ങൾ എന്ത് പണിയെടുക്കാനും റെഡിയാണെന്നുള്ള ലെവലിലാണ്. Electrician ആയിട്ട് തന്നെ കിട്ടി. ഇലക്ട്രീഷ്യനായിട്ടാണ് ഞങ്ങൾ കിട്ടിയത്. ഉം. അപ്പോൾ പിന്നെ എനിക്ക് കിട്ടി, അവനക്ക് കിട്ടില്ല. മറ്റവനക്ക് സെയിൽസ്മാൻ ആയിട്ടും കിട്ടി. ഉം. അവനക്ക് കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ചെറിയ പണി അറിയുന്നതുകൊണ്ട് അവനക്ക് സെയിൽസ്മാൻ ആയിട്ടും കിട്ടി. പിന്നെ അങ്ങനെ 80,000 റുപ്യ വിസ കൊടുത്തിട്ട് അന്ന് വരുന്നത്. അന്ന് വരുന്നത് ആദ്യം 50,000 റുപ്യ വിസ കൊടുത്തിട്ടാണ് ഫസ്റ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വരുന്നത്. അതിൽ 25,000 കൊടുത്ത് 25,000 ഇവിടെ നിന്ന് പറഞ്ഞു. ആ. ഇവിടെ നിങ്ങനത്തെ കഷ്ടപ്പാട് പണിയായതുകൊണ്ട് ഇനി പൈസ ഇല്ല പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തില്ല. ആ. ആ. രണ്ടാമത് പിന്നെ 80,000 റുപ്യ തയ്ച്ചു കൊടുത്തു. അവർ സാലറിന്ന് കട്ട് ചെയ്തിട്ട് ഓക്കെ. അവർ കൊടുത്തു. അങ്ങനെ പിന്നെ അവിടെ ദുബായിലുണ്ടായത് അത്യാവശ്യം നല്ല ജോലി തന്നെയായിരുന്നു. അവിടെ എന്താണ് ഇലക്ട്രീഷ്യനായിട്ട്, ആ. അവിടെ എന്താണ് എന്താ പറയുക സെയിൽസ്മാൻ ആയിട്ടൊക്കെ ജോലി ചെയ്ത്. നോൺ ഫുഡ് ഐറ്റംസിലൊക്കെ സെയിൽസ്മാൻ ആയിട്ടും ആ. അങ്ങനെ കസ്റ്റമർ കെയറിലൊക്കെ ആയിട്ട് ഒരുപാട് കാലം ജോലി ചെയ്തു. പിന്നെ അവിടെ നിന്ന് അൽഹംദുലില്ലാ അതിൻ്റെ 50,000 റുപ്യ കൊടുത്തത് മുതലായി. എത്ര അവര് വർഷം ആ കമ്പനിയിൽ അവിടെ ഏകദേശം 10 വർഷത്തിനടുത്ത് നിന്നിട്ടുണ്ടാവും ദുബായില്? ദുബായിൽ. പിന്നെയാണ് നമ്മൾ കൽബിലേക്ക് വന്നത്. അൽക്കൂസിൽ ആ ഏരിയയിലൊക്കെ ഒരുപാട്, അൽക്കൂസ്, ജബലലി, ഷാർജ ഇവിടൊക്കെ തന്നെ അങ്ങനെ ജോലി ചെയ്ത്. അവിടെ അവരെ ഖത്തർ, ഒമാനൊക്കെ പോയിട്ട് ജോലി ചെയ്യും. അങ്ങനൊക്കെ ജോലി ചെയ്ത് ഒരു സീനിയർ ഇലക്ട്രീഷ്യൻ ആയി അപ്പത്തേക്കും. അപ്പൊ അതിന് ഒരുവിധം പ്ലംബിങ്ങും ഇലക്ട്രിക്കൽ. കാരണം നമ്മൾ ഒരു മാളിന്റെ മൊത്തം നോക്കില്ല. അപ്പോൾ A to Z വരും അവിടെ. ലൈറ്റ് മുതൽ, അതായത് ടൈൽസ് മുതൽ, ആ. സീലിംഗ്, ഫോർ സീലിംഗ് മുതൽ, പെയിന്റിങ് മുതൽ എല്ലാം നമ്മൾ കൈകാര്യം ചെയ്യും. കാരണം നമുക്ക് പഠിക്കാൻ അവസരം ഉണ്ട് അവിടെ. അങ്ങനെ ഒരു ഇതുണ്ട്. അവിടെ നിന്നാണ് പിന്നെ കൽബയിലേക്ക് വന്നത്. അല്ല, അവിടുന്ന് പിന്നെ ഞാൻ സാലറിന്റെ ചെറിയ പ്രശ്നങ്ങൾ കാരണം ഞാൻ പിന്നെ അവിടുന്ന് ചാടിയിട്ടാണ് ഞാൻ വേറൊരു കമ്പനിക്ക് പോകണം. ആ കമ്പനിയിൽ നിന്ന് ജോലി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് ക്യാൻസലാക്കി. അവിടെ എത്തി നാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഒരു ജോലി ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ 10 ദിവസം അവരുടെ അടുത്ത് നിന്നപ്പോൾ അവർ ജോലി ഇല്ലായിരുന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അവിടുന്ന് വേറെ കമ്പനി അന്വേഷിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ അവിടെ ആ കമ്പനിയിൽ വീണ്ടും ചെന്നു. അപ്പോൾ അവർ 1000 ദിർഹംസ് എടുത്ത് നിന്നിട്ടായിരുന്നു നിങ്ങൾ വേറെ ജോലി നോക്കിക്കോളിന്ന്. അങ്ങനെ പിന്നെ ജോലി റൗണ്ട് അടിച്ചിട്ട് ഷാർജയിൽ ഒരു കാർ വാഷിൻ്റെ ഇതിൽ ഇന്നൊരു ചങ്കിടിപ്പും ജോലിയാക്കി തന്നു. അവിടെ ഒരു വർഷത്തോളം ജോലി ചെയ്ത്. പിന്നെ അവിടുന്ന് വീണ്ടും ഇന്നെ ഈ പഴയ കമ്പനിക്ക് തന്നെ അവർ കൊണ്ടുപോയി. നിങ്ങളെ അഭാവം അവിടെ മനസ്സിലാക്കി. അങ്ങനെ അവിടേക്ക് വീണ്ടും അവിടേക്ക് തന്നെ പോയി. അത് നമ്മളെ ചങ്ക് അവിടെ കൊണ്ടുപോയി. പിന്നെ അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ കുറച്ചാലും വീണ്ടും ജോലി ചെയ്ത്. അവിടുന്ന് ഞാൻ ഇന്റർവ്യൂ ഇതിൻ്റെത് വെറുതെ ഒന്ന് ഷാർജയിൽ കൊടുത്ത്. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. നമ്മൾ ഇന്റർവ്യൂ കൊടുക്കണ പോയിരുന്നു. പക്ഷെ അവിടുന്ന് നമ്മളൊരു അബദ്ധം ചെയ്ത് അവിടെ പാസ്സായി. ഞാൻ ഈ ഗവൺമെന്റിന്റെ ഇതിൽ പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ മനസ്സിൽ ഒരു 2 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 മാസം കൊണ്ട് ഈ ജോലി കിട്ടുന്നത് ഞാൻ അവിടുന്ന് ക്യാൻസൽ ചെയ്ത് ആദ്യത്തെ ദുബായിലെ ജോലി. അത് ജോലി ക്യാൻസൽ ആക്കുകയും ചെയ്ത്. പിന്നെ അത് കിട്ടണമെങ്കിൽ 1 വർഷം 2 മാസത്തോളം എടുത്ത്.
അപ്പൊ അതുവരെ വിസിറ്റിംഗിൽ നിന്ന് വിസിറ്റിങ്ങിന് നാട്ടിൽ പോണേ വരണേ. പുറത്തുള്ളവർക്ക് ഞാൻ യൂസഫ് അലി സാറന്മാരൊക്കെ ഇങ്ങനെ പോയി വരണേ. അതൊന്നും അറിയില്ല ആർക്കും. അതിൽ നമ്മൾ പണിയെടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ എടുത്തിട്ടും പട്ടിണി എടുത്തിട്ടും പല രൂപത്തിലും ജീവിച്ച ആ ഒരു കൊല്ലം. അന്ന് ഞാൻ മനസ്സിലാക്കി ഇനി ഒന്നുമില്ല, ജീവിതം കഴിഞ്ഞെന്നാ വിചാരിച്ചേ. പക്ഷെ ആ ഒരു കഷ്ടപ്പാടിന്നൊക്കെ അത്രയും കഷ്ടപ്പെട്ട്, കാരണം ഇവിടെ വിസിറ്റിംഗ് അടിച്ചിട്ട് റൂമില്ല അല്ലെങ്കിൽ ഫുഡില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷന് പൈസ കൈക്കലില്ല. അതാകെ അലഞ്ഞ് തിരിഞ്ഞ് ബഷീറിന്റെ അതിൽ പറഞ്ഞാൽ പത്തുമ്പാൻ്റെ ആട് എന്ന് പറഞ്ഞ അതിൽ പറഞ്ഞാൽ അലഞ്ഞ് തിരിഞ്ഞ് ജീവിതത്തിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ വീട് വാടക കൊടുത്തമാതിരി എന്ന് പറഞ്ഞ മാതിരി ആകെ പിടുത്തം വിട്ട് ഇനിയൊരു ജീവിതം. ഇപ്പൊ ഈ ഒരു ടൈമിൽ ഇപ്പൊ പറയാൻ അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പൊ വിസിറ്റിങ്ങിൽ നിൽക്കുന്നവരുണ്ടാവും. അവർ ജോലി അന്വേഷിച്ച് ചടച്ചിട്ട് അവർ വിചാരിക്കണ്ടാവും ഇനിയൊരു ജീവിതം ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടൂല എന്നൊക്കെ വിചാരിക്കണ്ടാവും. വെറുതെ അവരോട് എന്താ നിങ്ങൾക്ക് പറയാനല്ലേ? കിട്ടും. നമ്മൾ പരിശ്രമിക്കുക. 10 വാതിൽ മുട്ടിയ ഏതെങ്കിലും ഒരു വാതിൽ തുറക്കും. കാരണം നമ്മളെ അനുഭവം. ഒരു കൊല്ലം 2 മാസം വിസിറ്റിംഗ് എടുത്തിട്ട് അലഞ്ഞു തിരിഞ്ഞ് ഭക്ഷണം ഇല്ലാതെ ഒരാളെ മുന്നിൽ കരയാൻ പറ്റാതെ നടന്നിട്ട് പല സ്ഥലത്തും കാരണം എനിക്ക് ഈ ഇന്റർനെറ്റുമായിട്ട് ബന്ധമില്ല. അറിയില്ല, നെക്കാൻ അറിയാതെ ഇത് CV കൊണ്ടേ കൊടുക്കണം. എത്ര പൈസക്ക് ഞാൻ CV ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് കളറായിട്ടും പ്രിന്റായിട്ടും എടുത്തിട്ട് ഈ CV ശരിയല്ലെങ്കിൽ എത്ര ഇത് കൊണ്ടു കൊടുത്തിട്ടും കാര്യമില്ല. പക്ഷെ എന്റെ CV കറക്റ്റ് അല്ലായിരുന്നു. അത് നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു ടെമ്പററി മാതിരി ഉണ്ടാക്കിയ ഒരു CV ആണ്. ഇത് അച്ചടിച്ചിട്ട് കൊണ്ടു കൊടുക്കാത്ത സ്ഥലം മാറ്റി എഴുതാൻ ഇവിടെ ആരായിട്ട് കോണ്ടാക്റ്റും ഇല്ല നിങ്ങൾക്ക്? ഇല്ല. അത് ആരടുത്ത പോവുക, ആരടുത്ത ഇതാക്കാന്നൊന്നുമില്ല. അവരുടെ അടുത്ത് ചെല്ലുമ്പോ തന്നെ അവര് ഭയങ്കര തിരക്കുള്ളവരാവും. പിന്നെ അതിനൊരു 10 റംസ് ചെലവാക്കാറില്ല. അപ്പൊ ഇതിന് 10 റംസ് ചിലപ്പോ ചോറ് കഴിക്കാനോ അല്ലെങ്കിൽ ഇതുണ്ടാവില്ല. എന്നിട്ട് നമ്മള് കുബൂസും വാങ്ങും, ഒരു കറിയും വാങ്ങിയിട്ട് ആ കുബൂസിൽ 5 എണ്ണം ഉണ്ടാവും. അത് രാവിലെ 1, ഉച്ചക്ക് 2 എണ്ണം, രാത്രി 1, അങ്ങനെ കഴിച്ചിട്ട് വിസിറ്റിങ്ങില് നിന്നിട്ട് ഒരു കൊല്ലം 2 മാസത്തോളം നിന്ന്. അങ്ങനെ പിന്നെ ഇതിന്റെ ഇത് കണ്ടിട്ട് പഴയ കമ്പനി എനിക്ക് വീണ്ടും അവിടെ തന്നെ ഒരു ഇന്നോടാക്കി ജോലിനോട് തന്നെ ഇവിടെ തന്നെ ജോലി ചെയ്തതാണ്. അങ്ങനെ അവരവിടെ നിന്ന് അവിടുന്ന് പിന്നെ ഇതിന് ട്രൈ ചെയ്ത് അങ്ങനെ പിന്നെ അപ്പോഴാണ് പിന്നെ ഉദിച്ച് അവിടെ വന്ന് ഞാൻ ദിബ്ബയിലെത്തുന്നത്. ദിബ്ബയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതാണ്. അതായത് ഇപ്പൊ വിസിറ്റിങ്ങിൽ നിന്ന് ചടച്ച ആളുകൾ ഉണ്ടാവല്ലോ, ഇനി കിട്ടൂല അല്ലെങ്കിൽ തിരിച്ചു പോവാ അല്ലെങ്കിൽ 2 വിസിറ്റായി 3 വിസിറ്റായി എന്നൊക്കെ പറഞ്ഞ ഞാന് സാക്ഷിയാണ്. അതായത് ഇപ്പോ ഒരു കൊല്ലം 2 മാസത്തോളം എത്ര വിസിറ്റ് വേണോ അത്രയും വിസിറ്റ് എടുത്തിട്ട് മുന്നിൽ ഒരു ഇതുമില്ല, ഈ 2 കൈയും 10 വിരലും മാത്രം ഉണ്ടായിരുന്നിടത്തുനിന്നാണ് ഞാൻ ഇന്നിപ്പോ ഫാമിലി ആയിട്ട് നിൽക്കണം അവിടെ. അപ്പൊ ജീവിതം നമുക്ക് ഇതിന്റെ അപ്പുറത്ത് വേറെ ജീവിതം ഉണ്ടാവും. നമ്മള് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുക, നമ്മള് മുട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുക. അപ്പൊ നമ്മൾ ഈ ദിബ്ബയിലേക്ക് ഔക്കാഫിന്റെ അണ്ടറിലേക്ക് മാറുന്നവരെ നിങ്ങൾ 1 വർഷവും 2 മാസവും അലഞ്ഞു എന്ന് പറഞ്ഞില്ലേ? അപ്പോ നിങ്ങളെ സഹായിച്ച ആരെങ്കിലും ഓർക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? എന്തായാലും ഒരാളുണ്ടാവും. എനിക്ക് ഏറ്റവും ഓർക്കാനുള്ളത് കൽപ്പഞ്ചേരിക്കാരനായ നമ്മളെ ചങ്കുംചങ്കടി ബാബോ എന്നറിയും. മൂപ്പര് അവരിങ്ങൾക്ക് ഒരുപാട് കൈത്താങ്ങ തന്നിട്ടുണ്ട്. മൂപ്പര് മാഷാ അല്ലാ, മൂപ്പര് അടിപൊളി. പിന്നെ ഡോക്ടർ അൻവർ അമീൻ തന്നെ ചങ്ക്. പിന്നെ നാദാപുരത്തെ ഒരു ചങ്കടിപ്പുണ്ട്, അബൂബക്കർക്കാന്ന് പറയും. അങ്ങനെ കുറച്ച് ആൾക്കാരുകളൊക്കെ നമ്മളെ സപ്പോർട്ടായിട്ട് ഭയങ്കര. ഈ അബൂബക്കർക്കാന്ന് പറഞ്ഞ ആള് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് നാദാപുരത്തേക്ക് എന്നും അഭിമാനിക്കാം മൂപ്പരെ. കാരണം മൂപ്പരെ അടുത്ത് ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ മൂപ്പരെ ഇതില് ജോലി ചെയ്യുമ്പോൾ മൂപ്പരെ വീട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ മൂപ്പര് നമുക്കൊരു പൈസ എന്തായാലും മൂപ്പര് തരാൻ വിചാരിച്ചിട്ടുണ്ടാവും കൂലിയായിട്ട്. പക്ഷെ അത് കൂലിയായിട്ടല്ലാതെ തന്നെ മൂപ്പര് നമ്മളാ വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ നമ്മൾ തിങ്ക് ചെയ്യും, ഒരു പണിയെടുത്താല് ഇത്ര റുപ്യാണ് നമുക്ക് അവരുടെ അടുത്ത് നിന്ന് അവർ തരിക അല്ലെങ്കിൽ നമുക്ക് മേടിക്കുക എന്ന്. നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവും. ആ പ്രതീക്ഷയിൽ അപ്പുറമായിരിക്കും മൂപ്പര് തരല്. അത് ഞാൻ ഇന്ന് വരെ ഓടിയും പറഞ്ഞിട്ടില്ല. മൂപ്പരെ പറ്റി പറയണം എപ്പോഴും വിചാരിക്കുന്ന ഒരു കേസാണ്. മൂപ്പര് എന്നിട്ട് കുട്ടികളുടെ അടുത്ത് ആ വന്ന ഗസ്റ്റുകൾ ആരെങ്കിലും അവരുടെ അടുത്തൊക്കെ മൂപ്പരെ കൊടുക്കും. എന്നിട്ട് മൂപ്പരാണ് മാറിക്കും. എന്നിട്ട് അവരൊക്കെ നമ്മളെ കൈക്കങ്ങനെ ആ പൈസ അങ്ങനെ അവിടെ ആയിട്ടൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് നമുക്ക് കൊടുന്നു തരും. അപ്പൊ അവരെ കൊടുക്കുക എന്നുള്ള ശീലം കുട്ടികളുടെ ദാനശീലം വളർത്തും. അവരെ വീട്ടിൽ തന്നെ മൂപ്പര് തുടങ്ങണം ദാനശീലം വളർത്തും. മൂപ്പര് ഭയങ്കര നമ്മളെപ്പോഴും ജോലി ചെയ്ത് തളർന്നിക്കണ കെട്ടിപ്പിടിച്ചിട്ട് എവിടെയെങ്കിലും എത്തടാ, ഇങ്ങനെ ജോലി ചെയ്താലെന്ന് എപ്പോഴും പറഞ്ഞു.
പറയാം. പറയും ഭയങ്കര പോസിറ്റീവ് മാഷാ. അപ്പൊ അങ്ങനെ ഒരുപാട് പാഠങ്ങൾ നിങ്ങൾക്ക് മക്കൾക്കും കൊടുക്കാൻ ആ പറ്റും. മറ്റു മക്കൾക്ക് നമ്മൾ അതൊക്കെ തന്നെയാണ് പാഠങ്ങളാക്കി കൊടുക്കുക. ആഹാ. അപ്പൊ അവരെ കൊണ്ടും ഇതേപോലെ ആ ആൾക്കാർക്ക് കൊടുപ്പിക്കും. നമുക്ക് കൊടുപ്പിക്കുന്നതുണ്ട്. അവരടുത്ത് ഇപ്പൊ പലവരും തൊണ്ടിലിടണ മാതിരി ആ, അവര് തന്നെ നമ്മളെ വീട്ടില് ഫ്രിഡ്ജിന്റെ മുകളിലൊരു ഇതുണ്ട്. ആ, അത് ഇതാക്കിയിട്ട് അവര് തന്നെ അതിലിടും. ആഹാ. ആ അത് നല്ലതാണ്. കാരണം നമ്മളെ കുട്ടികളെ നമ്മളെ മാതിരി വളർന്നാൽ മതി. പലരും പറയും എനിക്കോ ധൈര്യ എന്റെ മാതിരി വളരരുത് നമ്മളെ കുട്ടി എന്ന് പറയും. അത് നമ്മളെ നമുക്ക് വിശ്വാസമില്ലായ്മയാണ്. ആ അത് അപ്പം മറ്റുള്ളവരെ കണ്ട് വളരും. ആ, അപ്പോ നമ്മളെക്കാട്ടി മോശമാണ് ഈ കാര്യം അവര് ചിലപ്പോ പറയാൻ പറ്റൂല. അപ്പൊ നമ്മളെ കുട്ടികള് എത്രമാത്രം നമ്മളെത്ര കേടുണ്ടോ അത്രയൊക്കെയല്ലേ കേട് വരുള്ളൂ. ആ, എന്നാലും ഇത് അവസാനം ആകുമ്പോൾ നമ്മളെ സ്വഭാവത്തേക്ക് നല്ല രീതിയിൽ തിരിച്ചു വരും കുട്ടികൾ. ഉറപ്പായിട്ടും. അത് നമ്മളെ എന്ത് സ്വഭാവമാണോ അത് തന്നെ കുട്ടികൾ കാണിക്കുള്ളൂ. അപ്പം ആ, നമ്മളെ പോലെ ആവണമെന്ന് ആയാ മതി. ആയാ മതി. ആയാ മതി. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ എന്തിന്റെ കാര്യത്തിലും എപ്പോഴും മാതാപിതാക്കൾ പറഞ്ഞു ഞാൻ പലപ്പോഴും കേട്ടുള്ള ആ, എന്റെ കുട്ടി ഞാനായമായി എന്റെ കുട്ടി ആവരുതെന്ന് പറയും. അതൊരു അത് നെഗറ്റീവ് അത് അപ്പൊ പിന്നെ കുട്ടി അപ്പുറത്ത് തോട്ടുമിരിക്കണ അല്ലെങ്കിൽ വൈക്ക കാണുന്ന ചൂളടിക്കണ ആൾക്കാരെ മാതിരിയാവും. അതെ. അവരെ കണ്ടു വളരും. ഉമ്മ പറഞ്ഞിരിക്കണ നമ്മൾ ഇന്ന മാതിരി ആവരുത് എന്നാണ്. ആ. അതിൽ കാര്യമില്ല. നമ്മളെ മാതിരി ആയാൽ മതി. വല്ലാതെ ഇപ്പത്തെ കാലഘട്ടത്തിൽ വല്ലാതെ കേടില്ലാതെ കുട്ടികളെ കിട്ടും. ഇനി അപ്പം നമുക്ക് കേൾക്കാൻ ആഗ്രഹം, ഇപ്പം അറിയപ്പെടുന്ന ഒരു ഹമീദ് കുറ്റൂരുണ്ട്, അത് അതിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തി? അതിലേക്ക് എത്തിയെന്ന് പറഞ്ഞാല് ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഈ കൊറോണ ടൈമാണ്. ആ, ഇതിൽ പറയാതെ പോയ രണ്ട് ചങ്കുകളുണ്ട്. ആ, അതായത് എന്റെ മൂത്താപ്പാന്റെ മോള് സെബീല, ആ, അവരുടെ ഹസ്ബൻഡ് ബാബു. ആ, ബാബു എന്ന് പറഞ്ഞാല് നൗഷാദ് എന്നാ പറയാ. ആ, മൂപ്പര് രണ്ടത്താണിക്കാരന്. ആ. പിന്നെ നമ്മൾ മൂത്തമ്മാന്റെ മോള് ഷബീല. ഇവരാണ് ഈ ദീക്കിനെ കൊണ്ടുവരുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ. അവര് യൂട്യൂബിൽ ഇതിലൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ ചാടി ചാടി പോണ ചങ്കളാ. ആ, അപ്പൊ അവര് അയക്ക് വന്നിട്ട് പിന്നെ എന്നെ കാണാൻ ദിബേക്ക് വരുമ്പോൾ ആ, ഞാനിങ്ങനെ ചുമരുമ്മലൊക്കെ പല ചിത്രങ്ങളൊക്കെ വരക്കും. ആ, ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ 3D അങ്ങനെയൊക്കെ ഇങ്ങനെ വരക്കും ആ, വെറുതെ വെക്കുമ്പോൾ. ആ. അപ്പൊ ഓരിതൊക്കെ യൂട്യൂബിൽ ഇടണം, അങ്ങനെ ആവണം, ഇങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ അവർ പറഞ്ഞിട്ട് ആ. അവർ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു. നിങ്ങൾക്ക് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്ത്? ക്രിയേറ്റ് ചെയ്തിരുന്നത്. ആ, അങ്ങനെ പിന്നെ അയക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന രീതികളൊക്കെ അവർ പറഞ്ഞു തന്നിട്ട് അവർ പോകും. പിന്നെ ഞാനിങ്ങനെ കുറച്ചൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇതായി. ആ, അന്ന് ഇലക്ട്രിക്കലിൻ്റെതും വരക്കണതും ഒക്കെ ഇട്ടിരുന്നത്. ആ. അങ്ങനെ ആരും കാണാനൊന്നുമില്ല. ടിപ്സുകള്. ഇലക്ട്രിക്കലിന്റെ ടിപ്സുകൾ ഇങ്ങനെ ഇടും. അതിന് പിന്നെ കുറച്ചൊക്കെ ഫോളോവേഴ്സ് ആയി ഇങ്ങനെ വന്ന്. ആ, അങ്ങനെ പിന്നെ ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ദിവസം ഞാൻ അറിയാതെ ഒരു സാധനം കണ്ടപ്പോൾ എന്തോ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് പോവുന്നത്. ആ, അപ്പോഴാണ് ഈ സാധനങ്ങൾ സോഫയും സാധനമൊക്കെ കെടുക്കണ കാണുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തുകൊണ്ട് വെറുതെ ഇതിൽ പോസ്റ്റ് ചെയ്ത് ആ, ഇങ്ങനെ കെടുക്കണുണ്ടില്ല. നമ്മളെ നാട്ടിലാണെങ്കിൽ അതൊക്കെ ഒന്നുകിൽ വിറകായിട്ടെങ്കിലും മാറും, കത്തിക്കാൻ ആ, പറ്റും, ആ, ആ. അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയിട്ട് ശരിയാക്കിയിട്ട് എത്ര വീട്ടുകാർക്ക് ഉപകാരപ്പെടും എന്നൊക്കെ ഇങ്ങനെ. അപ്പോഴാണ് നിങ്ങളിൽ ഒരു ആ പോസിറ്റീവ് ഒരു ആ ഇത് പുറത്തു വന്നു. വന്ന്. ആ, അപ്പോഴാണ് ഞാനിത് വെറുതെ പോസ്റ്റ് ചെയ്തപ്പോൾ അത് ഞങ്ങൾക്ക് തരുമോ എന്നുള്ള ചോദ്യം അവിടുന്നാണ് ആദ്യമായിട്ട് കേൾക്കണത്. കേൾക്കണം. ആ വീഡിയോന്റെ കമന്റിലും എൻ്റെ പേഴ്സണലായിട്ട് അന്ന് പേഴ്സണലായിട്ട് എടുക്കാൻ അറിയില്ലായിരുന്നൊക്കെ എങ്ങനെയായിരുന്നു. ആ, ആ, അവിടുന്ന് അത് കണ്ട് പിന്നെ എനിക്കും ഇത് ഞാൻ കൊടുന്നേക്കല്ലോ തുടങ്ങി. ആ. ഇതിങ്ങനെ ഇടും, ആരെങ്കിലും ആണോ ചോദിക്കും, ആരും ഇല്ലെങ്കിൽ ഞാൻ അവിടെ കൊടുന്നേക്കും. നിങ്ങൾ കോമ്പൗണ്ടിൽ സൗകര്യമുണ്ട്? അങ്ങനെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ വെക്കും. ആ, എല്ലാ സൗകര്യങ്ങളും ഇല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് കൊടുന്ന് വെക്കും. ആ, ആരും കാണാതൊക്കെ ഇങ്ങനെ കൊടുന്ന് വെക്കും. കാരണം പള്ളിയല്ലേ. ആ, അപ്പോൾ പള്ളിക്ക് ഒരു 5,000 ആൾക്കാർ വരുന്ന കാണാതെ രൂപത്തിലൊക്കെ വെച്ചിട്ട് ആ. കൊടുക്കും. അന്ന് ഫാമിലി ഇവിടെ ഇല്ല? ആ ഫാമിലി ഉണ്ട്. ഉണ്ട്. ഫാമിലി ഉണ്ട്. അപ്പൊ ദിബയിലേക്ക് മാറിയ മുതലേ നിങ്ങൾ ഫാമിലി? ഒരു വർഷം വന്ന് കൊറോണന്റെ ഇതായപ്പോൾ മുദീർ എന്നോട് ചോദിച്ച് ഫാമിലിനെ കൊണ്ടുവരാൻ ആഗ്രഹം ഉണ്ടോ ചോദിച്ചു. ഉണ്ട് പറഞ്ഞ്. കാരണം നമുക്ക് ലഡു കിട്ടില്ല. ഞാൻ വിസിറ്റിങ്ങിന് തിന്നാൻ കായില്ല നടന്ന അവനോടാണ് ചോദിക്കുന്നത് ഫാമിലിനെ കൊണ്ടുവരാൻ ആഗ്രഹം, അതിന്റെ പേപ്പർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഭയങ്കര എനർജി ആയി. അപ്പോൾ നമ്മളൊരു ചങ്കുണ്ട് നെസറു എന്നറിയും. നെസറു എന്നാണ് അവൻ്റെ പേര്. ഓൻ പറഞ്ഞ് എല്ലാ സൗകര്യങ്ങളും ഓന് റെഡിയാക്കി തന്നു. അങ്ങനെ പിന്നെ കൊണ്ടുവരണം. വലിയൊരു എന്താ പറയാ ഭാഗ്യവാനാണ് നിങ്ങൾ. ഈ ജോലി കിട്ടുന്നതും ശരിക്ക് നെസറൂൻ തന്നെ ശാന്തി ഗ്രാമം എന്ന് പറഞ്ഞിട്ട് കോട്ടക്കൽ സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു ചങ്കാണ്. മൂപ്പര് പുതിയങ്ങാടിക്കാരനാണ് ഒറിജിനൽ. അവന്റെ കീഴിൽ കൂടി ഓന്റെ അളിയനോട് ഇർഷാദ് പറയാം, ഓനോട് പറഞ്ഞിട്ട് ഓന് വേറെ ആളോട് പറഞ്ഞിട്ട് ത്രൂ ആണ് എനിക്കിങ്ങനെ അവിടെ ഒരു വേക്കൻസി ഉണ്ട് എന്ന് അറിയുന്നത്. അങ്ങനെ അവർക്ക് ആർക്കും ഇന്റർവ്യൂ എടുക്കുന്ന സ്ഥലങ്ങൾ അറിയില്ല. ഞാൻ പിന്നെ ഷാർജയിൽ അന്വേഷിച്ചിട്ട് ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ടാണ് ഇസ്ലാമിക് ഓഫ് അഫയേഴ്സ് എന്നുള്ള ഈ ഓഫീസ് കണ്ടെത്തുന്നതും അവിടെ ഇന്റർവ്യൂക്ക് പോണതും അതിന്റെ ഇന്റർവ്യൂ എടുക്കുന്നത് ഇവിടെ എന്താ പറയാ
ഷാർജ റോളൻ്റെ ആ ഭാഗത്താണെന്നൊക്കെ പിന്നെ അങ്ങനെ അറിഞ്ഞ് അങ്ങനെ പോയിട്ടാണ് ഇത് എടുക്കണത് തന്നെ. അങ്ങനെയാണ് പിന്നെ ലിബിലെത്തിയിട്ട് ഫാമിലിനെ കൊണ്ടുവരണമെന്ന് ചോദിച്ച് അങ്ങനെ പിന്നെ അപ്പോൾ അപ്പോൾ ആ ക്യാഷ് ഇല്ല. അപ്പം ഇങ്ങനെ വെച്ച് 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 കുറച്ച് പൈസ അങ്ങനെ ആക്കി ആക്കി വെച്ചിട്ട് പിന്നെ അവരായിട്ട് കൊണ്ടുവരും. അങ്ങനെ മാഷാ അല്ലാ. അങ്ങനെ ഇത് ലൈസൻസ് എടുക്കണോ? ലൈസൻസ് എടുക്കണത് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ്. എനിക്ക് ലൈസൻസ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ക്യാഷ് ഇല്ല. കാരണം 900 റുപ്യ സാലറിക്കാരനാണ്. ഈ സാലറിക്കാരൻ എങ്ങനെ 5000 ദിർഹംസ് കൊടുത്തിട്ട് എടുക്കും? എല്ലാ മാസവും 100ഉം 50ഉം 100ഉം 50ഉം മാറ്റി വെച്ച് 4 വർഷം മാറ്റി വെച്ചിട്ടാണ് ഞാൻ ലൈസൻസ് എടുക്കുന്നത്. പക്ഷെ ഫസ്റ്റ് ടെസ്റ്റ് കിട്ടി. പഠിച്ചവനക്കറിയാം അതിനത്രയും കഠിനാധ്വാനം ഉണ്ട് അതിനെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ കിട്ടി. ഒന്നും കൂടി പറയാം. പഠിച്ചവനിക്ക് അറിയാം. ആ ഒരു 4 വർഷം അറിയാൻ തന്നെ തുടങ്ങുമോ? പഠിച്ചവനക്കറിയാം 4 വർഷം ആ പൈസ പാത്തച്ച ആ ഒരു കഷ്ടപ്പാട്. കാരണം അത് പാത്തച്ചിട്ട് ഈ പൈസ ആയിട്ട് കമ്പനി അന്ന് പേപ്പർ വേണോ കമ്പനിയുടെ, ഈ പേപ്പർ വാങ്ങാൻ പോകുമ്പോൾ ഈ 4000 ദിർഹംസും ആ പേഴ്സും എമിറേറ്റ്സ് സൈഡും കൂടി പോയിട്ട് തൃശ്ശൂർക്കാരനെ കിട്ടിയിട്ട് പിന്നെ ഞാൻ എല്ലായിടത്തും ബോർഡ് ഒട്ടിച്ച് വെച്ചിട്ട് രക്ഷയില്ല. പുതിയ എമിറേറ്റ്സ് സൈഡ് എടുക്കാൻ ക്യൂ നിൽക്കുമ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത്, നിങ്ങളങ്ങനെ പേഴ്സ് പോയിക്കണോ ചോദിച്ചത്. അപ്പൊ ആ ടൈപ്പ് ചെയ്യുന്ന സ്ത്രീ അടുത്ത് ഞാനാ കൊടുക്കാനുള്ളത്. 275 ദിർഹംസേറ്റ് കൊടുക്കണം എന്ന് എമിറേറ്റ്സ് സൈഡ് പുതിയ എടുക്കാൻ. അപ്പൊ അവരോട് പറഞ്ഞ് സാധനം കിട്ടിക്കണ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് റിമൂവ് ആയിട്ട് പിന്നെ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് അല്ല, 4 വർഷത്തെ കാത്തിരിപ്പ് മിസ്സായപ്പോ നിങ്ങളെ മാനസികാവസ്ഥ എന്തായിരുന്നു? ഒരു ബേജാറുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങി നോക്കി, കിട്ടിയില്ല, പിന്നെ ഒഴിവാക്കി. പക്ഷെ മൂപ്പരാക്ക് കിട്ടിയിട്ട് മൂപ്പര് എന്ത് ചെയ്ത് അത് വണ്ടിയിൽ വെച്ച് മൂപ്പര് പിന്നെ അത് തരാൻ മറന്ന്. അതിൽ പിന്നെ അഡ്രസ്സ് ഉണ്ടായിട്ട് പിന്നെ അതിൽ ഇങ്ങനെ ഫോൺ നമ്പർ ഉണ്ട്, വിളിക്കാന്ന് വിചാരിച്ച് മൂപ്പരും തിരക്കപ്പെട്ടിട്ട് വിളിക്കാതെ ഇരുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് വിളിക്കാൻ തോന്നിപ്പിച്ച് പഠിച്ചോനെ. കാരണം അധ്വാനാണ് അത്. കാരണം 4 വർഷത്തെ അധ്വാനാണ് ലൈസൻസ് എടുക്കാൻ ആ പേപ്പറിന് പോണ്. അപ്പോൾ കമ്പനി പേപ്പർ അപ്പോൾ ഇതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെന്നപ്പോൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഈ പൈസ ഇട്ട് വീണ്ടും അവർ ഇത് വന്ന് വാങ്ങിക്കൊണ്ടായിക്കോന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ ചെല്ലുമ്പോഴാണ് പേഴ്സ് പോണത്. HR റൂമിലേക്ക് കയറുമ്പോഴാണ് ഇത് പേഴ്സ് കാണാത്തത്. അപ്പൊ HR ഞാനാണ്ട് പറഞ്ഞു, ഇനി കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞാൻ പേഴ്സ് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടുന്നത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ആ പേപ്പർ വാങ്ങിക്കൊടുന്ന് പിന്നെ ലൈസൻസ് എടുക്കാം. അപ്പൊ ഇതിന്റെ എല്ലാം പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ടെസ്റ്റിൽ ലൈസൻസ് കിട്ടി. അപ്പം ഒരു കയറ്റത്തിന് ഇറക്കുണ്ട് എന്നുള്ള തെളിവല്ലേ എന്റെ ഈ ജോലി തന്നെ കിട്ടുന്നത്. കാരണം ഒരു വർഷം 2-3 മാസം വെറുതെ അടിച്ചിട്ട് ഇങ്ങനെ അടിച്ച് നടക്കുക എന്നല്ലാതെ അത് നമ്മളിപ്പോ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറയണ്ടല്ലോ. ഈ വിസിറ്റിങ്ങിന് നിക്കണ ആ കുട്ടിയൊക്കെ അറിയാൻ പറ്റും ഇപ്പത്തെ എനിക്ക് അതുകൊണ്ട് അവരോട് സാധാരണമാണ്. കാരണം ഞാൻ എങ്ങനെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടെങ്കിലും എന്തെങ്കിലും ജോലി കിട്ടും. അപ്പൊ ചിലവർക്ക് അവർ പഠിച്ചത് തന്നെ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് കഷ്ടപ്പെടുന്നവരുണ്ടാവും. അല്ലാതെ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെടുന്നവരുണ്ടോ. ഇക്ക് അന്നൊക്കെ ഉണ്ടായി, ലൈസൻസ് ഉണ്ടായിരുന്നു എന്റെ അടുത്ത്, എന്നിട്ടും കൂടി ജോലി കിട്ടാൻ പ്രയാസം. കാരണം ഇത് CV കറക്റ്റ് അല്ല, ഒന്നും കറക്റ്റ് അല്ല, നമുക്കിത് പറഞ്ഞുതരാൻ ആളില്ല. പിന്നെ എന്തോ ഇത് ഇനി ഔക്കാഫിലാണെന്ന് പഠിച്ചോനെ നിശ്ചയിച്ചിട്ട്. ലൈസൻസ് എടുത്തത് അബുദാബിയിൽ ദുബൈയിലുണ്ടാവും ലൈസൻസ് എടുത്തത്. ഒരുപാട് നടന്നിട്ടുണ്ട്. കാരണം ഞാൻ ജോലി ചെയ്യുന്നിടത്തുനിന്ന് ഒരുപാട് നടന്നിട്ട് വേണം പോവാൻ. ചിലപ്പം വണ്ടി കിട്ടും, ചിലപ്പം വണ്ടി കിട്ടൂല, ചിലപ്പം കമ്പനിയിൽ നിന്ന് ആരെങ്കിലും കൊണ്ടാക്കി തരും, ചിലപ്പം കൊണ്ടാക്കി തരാൻ ആളുണ്ടാവില്ല. അപ്പം നടക്കും. അങ്ങനെയൊക്കെയാണ്. ഒരുപാട് കഥകൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയണ്ടേ. അങ്ങനെയാണ് പിന്നെ അവിടെ ഫാമിലിനെ കൊടുന്ന് അവിടെ സെറ്റിലായി. ഉള്ളത് കൊണ്ട് ഇതാക്കാൻ വിചാരിച്ച് നമ്മൾ സ്കൂളിൽ തന്നെ ചേർത്തൊക്കെ കുട്ടികളെ. പക്ഷെ എനിക്ക് 2 വർഷത്തോളം നാട്ടിൽ പോകാൻ പറ്റിയില്ല. കാരണം എൻ്റെ സാലറി ഇന്നെ നാട്ടിക്ക് ടിക്കറ്റ് അറിയാലോ, വെക്കേഷൻ ടൈമിൽ ഇവിടെ പഠിക്കും കൂടി ചെയ്യുകയാണെങ്കിൽ ആ വെക്കേഷൻ ടൈമിൽ പോകണ ബുദ്ധിമുട്ട് ഭയങ്കര പ്രശ്നമായി. എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മളെ സ്നേഹിതന്റെ കുട്ടികളെ ഓൺലൈൻ സ്കൂൾ പഠിക്കുന്നത്. പിന്നെ അവിടുന്ന് ഞാൻ ഒരു കൊല്ലം ഞാൻ വാച്ച് ചെയ്ത്. പിന്നെ അവർക്ക് നാട്ടിൽ 2 സ്കൂളുള്ള ടീമായതുകൊണ്ട് പെട്ടെന്ന് പൂട്ടി പോകില്ലെന്നും കാരണം നമ്മളെ കുട്ടികളെ നമുക്കൊരു സ്വപ്നമുള്ള ഇന്ന വിദ്യാഭ്യാസം കൊടുക്കണം, ഇന്ന ഭാവിയാണ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയിട്ട് പിന്നെ ഞാൻ അവിടെ ചേർത്ത്. അങ്ങനെ അൽഹംദുലില്ലാ ഇപ്പൊ അങ്ങനെ പോണു. ഇപ്പൊ 24 മണിക്കൂർ മക്കളെ കാണാം. മക്കളെ കാണാം. കാരണം ഉള്ള പൈസ ആയിട്ട് ഹാപ്പി ആയിട്ട്. കാരണം ഞാൻ ഒരുപാട് കാലം ഇവിടെ ജീവിച്ച്, നമ്മളെ ഒരുപാട് ആളുകളെ ജീവിതം നമ്മളെ മുന്നിലുണ്ട്. ഒരുപാട് കാലം ദുബായിൽ ജീവിച്ച്, അവര് ഒരുപാട് കാലം അവിടെയും ജീവിച്ച്, ഇവിടുന്ന് കുരച്ച് അസുഖങ്ങളായിട്ട് അവരവിടെ ചെല്ലുന്നു, പ്രഷർ, പ്രമേഹം, ഇതൊക്കെ. വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ട്,
നമ്മളെ നാട്ടിൽ നമ്മൾ വീടുണ്ടാക്കുന്നുണ്ട്. ആ. ഏതൊരു പ്രവാസി വീടുണ്ടാക്കും. ഈ വീടുണ്ടാക്കി എല്ലാ വീടിനും ഓരോരോ ബാത്റൂം അറ്റാച്ച്ഡ് ഉണ്ടാവും. ഉണ്ടാവും. ഇവിടെ താമസിക്കുന്ന റൂം എല്ലാവർക്കും കൂടി ഉള്ള ഒരു ബാത്റൂം ഉണ്ട്. അതെ. അതിന്റെ കുറ്റി പോയിട്ട് ഉന്തി പിടിച്ചിട്ട് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ ഇരിക്കണ്ട. പക്ഷെ നാട്ടില് ഉപയോഗിക്കാതെ കിടക്കാവും ബാത്റൂം. അപ്പൊ ഇവിടെ ജീവിക്കാതെ നാട്ടിൽ പോയി എന്ത് കാര്യമുള്ളത് ഒരു കാര്യമില്ല. അപ്പൊ ഉള്ളത് ഏറ്റ് ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റുന്നവരാണെങ്കിൽ കൊടുന്ന് ജീവിക്കുക, ആസ്വദിക്കുക. പൈസ ഇനിയിപ്പോ എന്ത് ചെയ്താലും ഉണ്ടാവില്ല. നിങ്ങള് ആഗ്രഹങ്ങൾ കൂടുന്നിടത്തോളം പൈസക്ക് ആവശ്യങ്ങളെ വരുള്ളൂ. ഉറപ്പായിട്ടും. അപ്പൊ പിന്നെ ഈ ഈ ജീവിതം ഇങ്ങനെ ജീവിച്ചു പോയാൽ ഫാമിലിയും ഉണ്ടാവും, കുട്ടികളും ഉണ്ടാവും, നമ്മളെ ഹാപ്പി ആണേക്കാരോ, മൈൻഡ് ഫ്രഷ് മക്കൾക്ക് ആവും. എന്നും ഒരു ഓർമ്മ നിലനിർത്താൻ കൂടെ ജീവിക്കാൻ പറ്റാന്ന് ഭാഗ്യമാണ്. നിങ്ങൾ പറഞ്ഞൊരു പോയിന്റ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത്, അത് നമ്മൾ ഏത് വിഷയവും അതിന് നമ്മൾ ഈസി ആയിട്ട് കാണുക എന്നുള്ളൊരു വിഷയം പറഞ്ഞിരുന്നു. നമ്മള് നിങ്ങൾ എങ്ങനെയാണ് ഈ ജീവിതത്തെ അത്ര സിമ്പിൾ ആയിട്ട് ഇത്? അതായത് നമ്മള് ഇപ്പോ എന്തിനും മടി വിചാരിച്ചാലും മടി തന്നെ. ഇതൊന്നും ഒരു വിഷയമല്ല, ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചാണ്ട് ഇറങ്ങിയാല് അത് ഇറങ്ങാം. ഇപ്പോ ഞാൻ ഇന്റെ അടുത്തൊന്നുമില്ല ആൾക്കാർക്ക് കൊടുക്കാൻ. ഇന്റെ അടുത്ത് ഞാൻ ഈ സാധനങ്ങൾ അറബികൾ തരുന്നതും ഞാൻ പെറുക്കി കൊണ്ടുവരണതും നേരാക്കിയിട്ടും ഒക്കെ കൊടുക്കാൻ. ഇപ്പൊ വാക്കം ക്ലീനർ കിട്ടിയാലോ നേരാക്കിയിട്ട് നാട്ടിൽ പള്ളിക്കോ ആർക്കെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ ഒക്കെ ചെയ്യും. അപ്പോഴും എന്റെ മുന്നിൽ വീടുണ്ടാക്കി കൊടുക്കണം എന്നൊന്നും ചിന്താഗതി ഒന്നുമില്ല. പിന്നെ എന്റെ ഒരു ചങ്കും ചങ്കിടിപ്പും ഉണ്ട് ഇവിടെ ദുബൈയിൽ. മൂപ്പരാണ് എനിക്ക് ഇതിന് പോസിറ്റീവ് എനർജി തന്നെ. എനർജി നമുക്ക് ചെയ്യാൻ പറ്റും പറ്റും, എന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞു തരുന്നത് ഒരു അസ്ലം തന്നെ ചങ്കാണ്. എന്റെ ഒരു കുടുംബക്കാരനാണ്, എന്റെ വൈഫിന്റെ ഏടത്തിന്റെ മാപ്പിളായിട്ട് വരും അസ്ലം. മൂപ്പര് ഇവിടെ മാഷാല്ലാ നല്ലൊരു ഇതിലാണ്. അപ്പൊ മൂപ്പരാളാണ് എനിക്ക് ഇതിന് എനർജി തന്നെ. എന്നെ കൊണ്ട് പറ്റുമോ സിമ്പിളായിട്ട് എന്റെ ഒരു സപ്പോർട്ട് ഞാൻ തരാമെന്ന് അറിയും മൂപ്പര്. അതാണ് എനർജി. അതിൽ പിന്നാണ്ട് ഇറങ്ങലാണ്. അപ്പൊ നമ്മളെ കാണുന്ന ചങ്കള് നമുക്ക് കണ്ടു തരും. ഇപ്പൊ എത്ര വീടുകള് പണി നടക്കുന്നുണ്ട്, എത്ര എണ്ണം കഴിഞ്ഞു നിങ്ങളുടെ സഹായത്തോടെ? അതായത് നിങ്ങൾ ഡയറക്റ്റ് അല്ലെങ്കിൽ, പക്ഷെ നിങ്ങളൊരു കാരണക്കാരനാണ് എല്ലാത്തിനും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വീടുകൾ ഉണ്ടാവും. ഒരു 10-13 വീടുകൾ എന്തായാലും ഉണ്ടാവും. ഇപ്പൊ ഒരു 5-6 ഇപ്പൊ നിലവിൽ ഇപ്പൊ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഒരു വലിയ സങ്കടം. ചിലതൊക്കെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന 4 ലക്ഷം റുപ്യ ഈ വീടുണ്ടാക്കാൻ കൊടുക്കുന്ന പദ്ധതിയിൽ പെട്ടതുണ്ട്, പെടാത്തതും. ചിലത് നമ്മൾ പഞ്ചായത്തൊക്കെ കൊടുക്കുമ്പോ അവിടുന്ന് ചിലപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞത് അത്രയും അത്യാവശ്യക്കാരാണ്, ബാപ്പല്ല എന്നൊക്കെ പറയാ, അങ്ങനത്തെ കേസുകളാണെങ്കിൽ നമ്മൾ അപ്പങ്ങാണ്ട് ഏറ്റെടുക്കും. ബാർപ്പെരെങ്കിലും ചെയ്തു കൊടുക്കാൻ വിചാരിച്ചിട്ടാവും ഏറ്റെടുക്കുക. പക്ഷെ അത് എങ്ങനെങ്കിലൊക്കെ പഠിച്ചോ നമ്മളെടുത്ത് ആ പൈസ എത്തിച്ചേരും ആരെങ്കിലും മുഖാന്തരം. ഒരുപാട് മാലാകന്മാര് വരും, പാറിപ്പറന്ന് വരും. പുതിയ വീടല്ലാതെ നിലവിലുള്ള വീട് ഒരുപാട് ടൈൽസ് ഇട്ട് കൊടുക്കുക, ബാത്റൂം അങ്ങനൊക്കെ. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞ്. സത്യം പറഞ്ഞാല് ഓരോ ജില്ലയിലും ഇപ്പൊ ഒരു ജില്ലയിലും കൊടുക്കാത്തത് ഇപ്പൊ ഇല്ല ഏകദേശം പറയുകയാണെങ്കിൽ. ഇനിയും ഒരുപാട് വീടുകളിലേക്ക് നിങ്ങൾ കാരണമാവട്ടെ. ഒരു സംഘടനക്ക് പോലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നിങ്ങൾ സുതാര്യമായിട്ട് ചെയ്യുന്നുള്ളതാണ്. കാരണം നിങ്ങൾ പൈസ ഒന്നും കൈപ്പറ്റുന്നില്ല. ഇല്ല, നമ്മൾ ആരെ പൈസ വാങ്ങാനോ ഇതാക്കാനോ ഒന്നും ഇതല്ല. അവരെന്താണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് അവർക്ക് കൊടുക്കുക. നമ്മൾ നടുവിൽ നിൽക്കുന്ന ഒരു മീഡിയേറ്റർ അല്ലെങ്കിൽ പെങ്കട്ടർ എന്ന് പറഞ്ഞാൽ അതല്ല, നമ്മള് അവർക്ക് അവരെ മുട്ടിച്ചെടുക്കുക. അതിൽ മുട്ടിച്ചെടുക്കുമ്പോ ചിലയിടത്ത് നമുക്ക് ചില വിഷയങ്ങൾ വരും. അതായത് ഒരിക്കൽ മുട്ടിച്ചു കൊടുത്താൽ പിന്നീട് അവർ പൈസക്ക് ആവശ്യം വന്നാൽ നമ്മളെടുത്ത് വരൂല, അവരെ ഡയറക്റ്റ് മുട്ടും. അപ്പൊ ഒരു പ്രാവശ്യമൊക്കെ ചോദിച്ചാൽ അവർ കൊടുക്കും. രണ്ടാമത്തെ പ്രാവശ്യം അവര് മുട്ടിയാല് അവര് നമ്മളെടുത്ത് വരും. അവരിങ്ങനെ ചോദിച്ചിക്കണ് എന്താ ചെയ്യേണ്ടിന്ന് വെച്ചിട്ട് വരും. അത് അവര് മനസ്സിലാക്കൂല ഈ ചോദിക്കുന്നവര്. അങ്ങനെ വരുമ്പോ നമുക്ക് ചെറിയ സങ്കടം. പിന്നെ ഇത് എന്ത് ചെയ്താലും ഇതിന് നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. ഇപ്പൊ ഫസ്റ്റില് കഷ്ടപ്പെട്ട് നൊലോളിച്ച് വരുന്ന ആളുകളുണ്ടാവും. അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാട്ടി, നിങ്ങൾ എല്ലാവർക്കും ചെയ്തെടുത്ത് ഞങ്ങളത് കണ്ടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ടാവും. അവസാനം അവർക്ക് വലിയ വലിയ എമൗണ്ടുകൾ കൊടുത്തിട്ടും 2 ലക്ഷത്തിന്റെ അടുത്ത് വരെ കൊടുത്തിട്ടും പിന്നെ ലാസ്റ്റ് നമ്മളെ കുറ്റം പറഞ്ഞവരും ഉണ്ടാവും പലരെ വാക്ക് കേട്ടിട്ട്. മനുഷ്യരാണ്, സ്വാഭാവികമാണ്. എത്ര നമ്മൾ എന്ത് കൊടുത്താലും ആർക്കും തേയില്ല. നിങ്ങൾ എല്ലാം സിമ്പിൾ ആയിട്ട് എടുക്കുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ പിന്നെ അവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഇവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഇതാക്കാനോ നമ്മൾ സ്ഥലം പറയലേ കുറവാണ്. കൊടുക്കുന്ന ആൾ സ്ഥലം മുഖം ഒന്നും പറയില്ല. കാരണം നമ്മളൊരു ചെറിയ സംഗതി ചെയ്തു കൊടുത്തിട്ട് നാളെ സമൂഹത്തിൽ അവർക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അത് ഇനി എന്ത് ഒരു മുട്ടസൂചി കൊടുത്താലും ഇനി ഒരു ആനനെ കൊടുത്താലും, ഒരു വീടുണ്ടാക്കി കൊടുത്ത ആളുകളെ മുഖം പോലും ഇന്നേ വരെ റിലീവ് നമ്മൾ ചെയ്തിട്ടില്ല. താല്പര്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവരും ഉണ്ടാതെ പോവുക.
നമുക്ക് പറ്റുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എത്ര പറ്റണം അത്ര. നമ്മൾ ആരോടും ഗ്യാരണ്ടി ഇത്ര ചെയ്തു തരുന്നൊന്നും പറയില്ല. എത്രയാണോ പറ്റണം അത്ര ചെയ്ത് അവിടെ നിർത്തും. ഇത്ര തന്നെ. ഒക്കെ നമുക്ക് പറ്റൂല എന്ന് വിചാരിക്കലില്ല. ഇറങ്ങുക, ബാക്കി പഠിച്ചവനാക്കി തരും. നമ്മൾ ഇപ്പം ഇങ്ങനെ ഇപ്പം നമ്മൾ ഓടുന്നത്, നമ്മൾ എന്തിനാ ഓടുന്നത്? എങ്ങനെ ഓടുന്നല്ലേ നമ്മള്. മടി വിചാരിച്ചിട്ട് ഇരുന്നാൽ ആ കിടക്കുക തന്നെയാണ്. നമ്മള് ഇതൊക്കെ സിമ്പിളാണ് സിമ്പിളായി വിചാരിച്ചാണ് ഇറങ്ങിയാൽ ഇതൊക്കെ നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. നിങ്ങളിപ്പോ ജോലി പള്ളിയുടെ ഇലക്ട്രിക് എത്ര പള്ളി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണം? ഏകദേശം 34 പള്ളിയുണ്ട്. 34 പള്ളിയുടെ ഇലക്ട്രിക് നിങ്ങൾ നോക്കണം, പ്ലംബിംഗ് നോക്കണം, എല്ലാം നോക്കുന്നുണ്ട്. ഇടയില് പെയിന്റിങ് മുതൽ ജിപ്സം ബോർഡ് മുതൽ എല്ലാം നോക്കാം. നമുക്ക് അറിയണമൊക്കെ നമ്മൾ ചെയ്യും. അതിന്റെ ഇടയിൽ ആംബുലൻസിന്റെ ഡ്രൈവിംഗ് നിങ്ങളായി പോയി ഏറ്റെടുത്തതാണ്. അത് ഇങ്ങനെ മുതിർ പറഞ്ഞപ്പോ ആളില്ല പറഞ്ഞപ്പോൾ നമ്മൾ എടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഏറ്റെടുത്ത്. അപ്പൊ നിങ്ങൾക്ക് 24 മണിക്കൂർ മതിയാവും. കാരണം 34 പള്ളി, ആംബുലൻസ്, ഈ പറഞ്ഞ സാമൂഹ്യ പ്രവർത്തനം, കുടുംബം, ഇതൊക്കെ. എന്റെ ഫാമിലി ആദ്യമൊന്നും വല്ലാതെ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവരും ഇതിക്ക് ഓട്ടോമാറ്റിക് ഇതിക്ക് വന്ന് പെട്ട്. ഇപ്പൊ ഭാര്യയും മക്കളും നിങ്ങളെ പോലെ തന്നെ കൊടുക്കണം മാത്രമേ. നമ്മളിപ്പോ എന്തെങ്കിലും സാധനം കിട്ടുമ്പോ എന്റെ വൈഫിനോട് പറയും ഇത് കോണട്ടാന്ന്. അപ്പൊ കൊടുത്ത് വരുമ്പോ ചിലപ്പോ അവർക്ക് ഉണ്ടാവില്ല, നമുക്ക് അടുത്തതിന് എനിക്ക് സെറ്റാക്കുന്നത്. പിന്നെ അത് പിന്നെ അങ്ങനെ പോകും. പിന്നെ അവരും നമ്മളെ മാതിരി കഷ്ടപ്പെട്ട് വന്നവരാണ് വൈഫൊക്കെ. കാരണം വളരെ കഷ്ടപ്പെട്ടിട്ട് വളരെ മുസ്കിലായി വന്നവർ തന്നെയാണ്. അപ്പോ അവർക്കും ഇതിന്റെ വിഷമങ്ങളും വല്ലായ്മയും ഇല്ലായ്മയും ഒക്കെ അറിഞ്ഞു വളർന്ന ആളായതുകൊണ്ട്, നമ്മളെ മാതിരി തന്നെ ആളായതുകൊണ്ട് പിന്നെ നമ്മൾ ഒപ്പത്തിനൊപ്പം പോവാം. ഇപ്പൊ നമ്മളിപ്പോ മാസം 500 റുപ്യ ചെലവ്, ആഴ്ചയിൽ 100 റുപ്യ വെച്ചിട്ട് പോണ്. ബാക്കി പൈസ വന്നാ അവർക്കല്ലേ. അപ്പൊ മാക്സിമം സേവ് ആക്കാം. ചിലപ്പം പറയും നമുക്ക് ആ പൈസ വേണ്ട, ഇന്ന് ബീഫും നെയ്ച്ചോറും വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പൈസക്ക് അത് വാങ്ങിക്കൊടുക്കും. അതന്നെ. നിങ്ങൾക്ക് ഈ കയ്യിൽ നിന്ന് പൈസ പോകും ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ കൊടുക്കുന്നതിൽ? അത് ചിലതൊക്കെ അങ്ങനെ പോകും. അത് പിന്നെ ഇതില് നമ്മളൊരു സംഗതി അല്ലെങ്കിൽ ഒരു സംഗതി ആർക്കെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് ഡെലിവറി നമുക്ക് കൊറിയർ വരുമ്പോൾ അല്പം കൊറിയറിന്റെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. അത് നമ്മൾ ചിലപ്പം സാലറിയിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ആരെങ്കിലും ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ഏൽപ്പിച്ചത് ഉണ്ടെങ്കിൽ തന്നെ. പക്ഷെ ചില ആളുകൾ ഏൽപ്പിക്കണ പൈസകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്ന സംഗതിക്ക് ഇജ്ജ് ചെയ്യണ ഇതിക്ക് ചെയ്തോന്നു. ഓര് ചിലപ്പോൾ ആ വീഡിയോ കാത്തിരിക്കണവരുണ്ടാവും ചിലവർ. ഞാൻ കൊടുത്ത പൈസ ആയിട്ട് ഏത് ഇതാ ചെയ്തതെന്ന്. അപ്പൊ ഈ ചെലവിലേക്കൊന്നും അത് എടുക്കാൻ പറ്റൂല നമുക്ക്. കാരണം അവര് നാളെ ഇതിന് ചോദിച്ചാല് ഇതിന് കൊടുത്തെന്ന് പറയാൻ പറ്റൂല. അപ്പോ നാളെ ഈ ചാരിറ്റി എന്ന് പറഞ്ഞാല് സുതാര്യമായിട്ടും ഇതിനെ തൊട്ടാ പൊള്ളുന്ന ഒരു സാധനമാണ്. ഭയങ്കര സെൻസിറ്റീവ്. ഇതിനെ കൈകാര്യം ചെയ്യണ മാതിരി ചെയ്തില്ലെങ്കിൽ അടുക്കണ കണ്ടിയും വെള്ളം പോയി പോത്തുന്ന എല്ലാം കണ്ടത്തേക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ എത്ര വെളുപ്പിച്ചിട്ടും കാര്യമില്ല. ഒരിക്കൽ നെഗറ്റീവ് അടിച്ചോ പിന്നെ ഫുൾ. നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണമുണ്ട്, പേരെടുത്ത് പറയണ്ട, പക്ഷെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിന് തനിക്കാക്കി വടക്കാക്കി എനിക്കാക്കി എന്ന് പറഞ്ഞ ടീമുകളും ഉണ്ട്. അതായത് ഇതിന്ന് കിട്ടിയ നമ്മളിപ്പോ സത്യത്തിൽ പലർക്കും അറിയാത്തൊരു സംഭവമുണ്ട്. ഈ ചാരിറ്റി ചെയ്താൽ എന്താണ് ഇവർക്ക് ലാഭം, ഇവർക്ക് എന്താണ് ലാഭം എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കലില്ല. ഞാനും ഇതിക്ക് ഇറങ്ങണതിന് മുന്നേ ചിന്തിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാല് ഇപ്പൊ പല ആളുകളും നമ്മളോടുള്ള വിശ്വാസത കൊണ്ട് നമ്മൾ ഡയറക്റ്റ് പൈസ ഏൽപ്പിക്കും. നിങ്ങൾ കൊടുത്താളി തന്നെ, നിങ്ങൾ അർഹതപ്പെട്ടവർക്ക് കൊടുത്താളി, നിങ്ങൾ ഇതാക്കിക്കാളി. അത് ചിലരെന്ത് ചെയ്യും, കുറച്ച് കൊടുക്കും, കുറച്ച് പാത്രം. അതാണ് ഇതിന്റെ ലാഭം ഞാൻ കണ്ടുകൊടുത്തോളാം. അല്ലാതെ ഇപ്പൊ എനിക്കിപ്പോ 1 റുപ്യ ഞാൻ കിട്ടുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന എന്റെ ശമ്പളം എന്നല്ലാതെ ഞാൻ 1 റുപ്യ എനിക്ക് ഒരാൾ കൊടുന്ന് ഇജ്ജ് എടുത്തോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ എത്താൻ കാരണം എന്താരോ, ഇവിടെ ചങ്ക് നമ്മളെ താമരശ്ശേരിയുള്ള ഒരു ചങ്ക് ഇതിന്റെ വണ്ടി ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുത്ത് ജിഞ്ചിനാക്കിനി ആയിപ്പോയി. അങ്ങനെ പോയിട്ട് ഇഞ്ചൻ ഞാൻ ഇപ്പൊ 4000 ചില ദറംസ് കൊടുത്ത് ശരിയാക്കിയിട്ട് അപ്പൊ ഗിയർ ചേഞ്ചിങ് സ്ലിപ്പ് അത് ഇങ്ങോട്ട് ആവണില്ല. അപ്പോ ഇപ്പൊ ഈ ഇഞ്ചൻ മാറ്റി അവർക്ക് ഈ ഗിയറിന്റെ പണി അറിയില്ല. അപ്പൊ ഫസ്റ്റിലൊക്കെ ഇഞ്ചൻ മാറ്റിയപ്പോ കുഴപ്പമുണ്ടായില്ല. പിന്നെ ഇപ്പൊ അവരെ കുറ്റം പറയാനും പറ്റില്ല. കാരണം 4-5 പ്രാവശ്യം ഇഞ്ച് ഇറക്കി കയറ്റി ആകെ ജിഞ്ചിനാക്കിനിയായി. അങ്ങനെ ആ താമരശ്ശേരിക്കാരൻ ചങ്ക് വിളിച്ചിട്ട് പറഞ്ഞ് ഇഞ്ചിങ്ങോട്ട് കൊണ്ടുവരേ നമുക്കൊക്കെ നോക്കാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ആ വണ്ടി ഷാർജയിൽ കൊടുത്തിട്ട് ഇപ്പൊ മൂപ്പരാണ് കുറച്ച് നേരത്തെ തന്നെ വിളിച്ചത് ജിഞ്ചിനാക്കിനെ ആക്കാം 12 മണിക്ക് തീരുന്ന് പറഞ്ഞ്. അപ്പൊ നമ്മള് ഇതിങ്ങനെ ചെയ്തു കൊടുക്കണ്ടെങ്കിലും പൈസ പ്രതീക്ഷിക്കണില്ലെങ്കിലും ആരെങ്കിലൊക്കെ പഠിച്ചോന് മാലാകന്റെ മാതിരി കൊടുത്തിട്ട് നമ്മളതാക്കും കാര്യങ്ങൾ. ഇപ്പൊ ഇഞ്ചൻ പോയ നേരത്ത് എന്റെ അടുത്ത് 4000 ദിർഹംസ് എന്റെ കൈക്കില്ല അന്ന്. സത്യം പറഞ്ഞല്ലേ, ഓപ്പണായിട്ട് നമ്മളെ ശമ്പളം പറയാൻ പാടില്ലാന്നോ. പക്ഷെ എന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പൊ 2000 ദിർഹംസ് എന്റെ സാലറി ഇട്ടുണ്ടായിന്.
2000 ദിർഹംസ് മാലാഖന്റെ മാതിരി ഒരാൾ കൊടുന്നെന്ന്. മാഷാ ആ അല്ലാ. അതന്നെ ഇതിന്റെ ഒരു പോസിറ്റീവ്. അങ്ങനെ അങ്ങനെ ചാടി നമ്മളെ കാര്യങ്ങൾ നടന്നു പോകും. നമ്മളിനിയിപ്പോ എന്ത് പറഞ്ഞാലും നമ്മളെ കാര്യം നമ്മക്കായിട്ട് നമുക്ക് പഠിച്ചോൻ എന്തെങ്കിലും ഏകീകരണം ആരെക്കൊണ്ട് അത് തടയാൻ പറ്റുന്നില്ല. ഇല്ല. ആ ഇപ്പൊ ഇതിലെന്താണ് ലാഭം എന്ന് ചോദിക്കുന്ന പോലെ ഉം. നിങ്ങൾക്കിപ്പം വീഡിയോ ചെയ്തിട്ട് വരുമാനം വരുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്ന ഇല്ല, ഒരുപാട് എനിക്ക് ആളുകളുണ്ടാവും. യൂട്യൂബ് ചാനലൊന്നും ഇല്ലല്ലോ. ഞാൻ യൂട്യൂബിൽ അങ്ങനെ ഫേസ്ബുക്കിൽ തന്നെ എത്ര 4 ലക്ഷത്തി എത്ര ആൾക്കാരുണ്ട്. ഇതുവരെ അതെവിടെ നിൽക്കുക, അത് കേടെടുത്തണ്ട വിചാരിച്ചിട്ട് മോണിറ്റൈസ് ചെയ്തിട്ടില്ല ഇല്ല. ഇതുവരെ. അത് ഇൻസ്റ്റഗ്രാമിൽ ഇടുമ്പോൾ ഫേസ്ബുക്കും കൂടി പോണതുകൊണ്ട് ഇതാക്കാം. ആ, പിന്നെ പല ആൾക്കാർ റിപ്പോർട്ട് അടിച്ചിട്ട് അതിന്റെ മെസ്സഞ്ചറിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ടാവും. ആ. പക്ഷെ എനിക്കത് കിട്ടൂല. അത് ഓണാക്കാൻ അതിനെന്താ പാസ്വേഡ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആയിട്ട് ആകെ ജിഞ്ചിനാക്കി ആയി കിടക്കുക. അപ്പൊ ഈ സോഷ്യൽ അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ വോയിസ് ആയിട്ട് അയച്ചവർക്ക് റീപ്ലൈ കിട്ടും. അവർക്ക് എനിക്ക് പറ്റണതാണെങ്കിൽ ഞാൻ റീപ്ലൈ കൊടുക്കും, അവർക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും. അല്ല ഇതിനെല്ലാം സമയം ഇടുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. സമയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ഒരു ഈസിയായി. അതായത് ഞാൻ പറഞ്ഞില്ല, ഇത് മെനക്കെടാൻ തോന്നിയാൽ മെനക്കെടന്നെ. കാരണം ഇവർക്ക് മറുപടി കൊടുത്ത് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് ഇതാക്കി കൊണ്ടുവരാൻ പണി തന്നെ. പിന്നെ അതിലിടക്ക് ജോലി എവറി ടൈം പണിയാണ് നമുക്ക്. എപ്പോഴാ വെള്ളം ലീക്ക് ആവുക, എപ്പോഴാ കറണ്ട് പോവുക, എപ്പോഴാ സ്പീക്കർ കേടുവരാന്ന് അറിയില്ല. അതെ കാരണം ഇപ്പൊ ഇതിന്റെ ഒക്കെ മെക്കാനിക്സ് എപ്പോഴാ അത് വർക്കിംഗ് നിൽക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെ അപ്പോൾ ഇതിനിടയ്ക്ക് ടൈം ഉണ്ടാവും. അപ്പോൾ അതേമാതിരി തന്നെ നമ്മൾ പള്ളിക്ക് ഖുർആൻ ഓതുന്ന ഈ മൈക്കായാലും ഒക്കെ എപ്പോഴും കേട് വരും. എപ്പോഴും ഇത് അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവും. ചിലപ്പോൾ ഇങ്ങോട്ട് ചാടും അടിക്കും, സുജൂക്ക് പോകുമ്പോൾ ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ പോയിട്ട് ഇതിലിടക്ക് ശരിയാക്കും. ആ ഫോണിലിടക്ക് ആദ്യം എനിക്ക് നെറ്റ് ഉണ്ടായിരുന്നില്ല എൻ്റെ ഫോണിൽ. അപ്പം ഭയങ്കര റിസ്ക് ആയിരുന്നു. ഇപ്പം ഞാൻ 2 GB ചെയ്യൽ തുടങ്ങി. അതിന് 60 ദിർഹംസ് 80 ദിർഹംസ് കയ്യിൽ നിന്ന് കാണണം. നമ്മൾ ചിലവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഞാനിപ്പോൾ ഈ യാത്രയിൽ എനിക്കൊപ്പം ഡ്രൈവർ ചങ്കുണ്ട്. ആ മൂപ്പരാള് ഒപ്പം പോകുമ്പോൾ ആ പോണ യാത്രയിൽ ഇതൊന്ന് തുറക്കും, നോക്കും. അതിലേതെങ്കിലും മെസ്സേജുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കേൾക്കും. കേട്ടിട്ട് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് അവർക്ക് ചെയ്തു കൊടുക്കണം, അനിവാര്യമാണ്. നിങ്ങൾക്കൊരു കാരണം ഇത് കിട്ടും. ഭക്ഷണ സാധനം ചോദിക്കണവന് എന്തായാലും കളവ് പറയില്ല. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചു തരും. പൈസ തരുന്നവരെ നമ്മൾ പിന്നെ കുറച്ച് വാർഡ് മെമ്പറോട് ചോദിച്ച് അല്ലെങ്കിൽ അവരുടെ നാട്ടിലുള്ള കമ്മിറ്റിനോട് ചോദിച്ച് അത് ഇതാക്കി അങ്ങനെ കുറച്ച് വലിയ പ്രൊസീജിയറാണ്. നേരെ മറിച്ച് ഒരു സാധനം ചോദിക്കണം, ഭക്ഷണം തരുമോ, അരി മേടിച്ചു തരുമോ എന്ന് ചോദിക്കണം, പിന്നെ അവിടെ ചോദ്യമില്ല. ദൂസറ വർത്താനം മാഫിയാണ്. അപ്പൊക്കെ സൂപ്പർ മാർക്കറ്റിന്റെ നമ്പർ മേടിക്കുക, ജിഞ്ചിനാക്കിനെ ആക്കി കൊടുക്കുക. നേരിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ പൈസ ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട. എൻ്റെ വീട്ടുകാരൊക്കെ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഒക്കെ നടത്തുന്ന ഏക്കൻ്റെ ടീമുകൾ ഇപ്പോഴും ഈ പെരുന്നാൾക്ക് പോലും ഞാൻ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഡ്രസ്സിന് സാധനം കൊടുത്ത് പൈസ കൊടുത്തിട്ടില്ല. പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് അതിനുള്ള, പക്ഷെ അവർക്ക് വാങ്ങേണ്ടി വന്നിട്ടില്ല. ഇവരെ വീട്ടിൽ നിന്ന് എല്ലാ വർഷങ്ങളും നാട്ടിൽ ആ കുറ്റൂർ എന്ന് പറഞ്ഞ രാജ്യത്ത് AK മുസ്തഫാക്ക ആൻഡ് ബാബ ഹാജി അവർ കൊടുക്കും. അവര് ലക്കോഡായിട്ടും കിറ്റായിട്ടും, കിറ്റ് പറഞ്ഞാൽ വലിയ കിറ്റായിട്ടും, പിന്നെ മുസ്തഫ എന്ന് പറഞ്ഞാൽ മൂപ്പരാളെ പേരിലും അതേമാതിരി മൂപ്പരപ്പാന്റെ പേരിലും മൂപ്പര വൈഫിന്റെ പേരിലും മൂപ്പര പെണ്ണുങ്ങളെ പേരിലും അമീൻ താത്താറ് ഇവരെ പേരിലും പൈസ നമ്മളെ വീട്ടിലെത്തും. എനിക്ക് എപ്പോൾ പറയണേലും പ്രൗഡാണ് അവരെ പറ്റി പറയാൻ. കാരണം ഇന്ത്യയുടെ കല്ലിറക്കിക്കണ, അല്ലെങ്കിൽ ഞങ്ങളെ നാട്ടിലെ ഒരു വീട്ടിൽ പുറത്ത് കല്ലിറക്കിക്കണ അവർ പാവപ്പെട്ടവരാണെന്ന് തോന്നിയാൽ നമ്മൾ ചോദിക്കണ്ട. അവർ വണ്ടിയായിട്ട് പോകുമ്പോൾ കണ്ടാൽ തിരിച്ച് പിന്നെ ചിലപ്പോൾ 8000 റുപ്യേൻ്റെ പണി അല്ലെങ്കിൽ 10,000 റുപ്യേൻ്റെ പണിയാണ് ചിലപ്പം 15,000 റുപ്യ കൊടുന്നിടത്ത് പോയിട്ട്. പിന്നെ ഇവിടെ കോയൽ കിണർ അടിക്കുമ്പോൾ ആ വണ്ടി കണ്ടിട്ട് ആ വണ്ടിക്കാരൻ വെച്ചിട്ട് എറിഞ്ഞ് ഇജ് പൈസ കൊടുത്ത് ആകണ്ട ആണ്ട് പറയാറിഞ്ഞു. അവരാണ് പിന്നെ പൈസ കൊടുത്ത് പിന്നെ നമുക്ക് മോട്ടർ വെക്കാനുള്ള പൈസ പറ്റും. കിണറിൽ എന്നും ആ അവർ മാഷാ അല്ലാഹ് ഉഷാർ അടിപൊളി. കാരണം നാട്ടിലുള്ളവരെ അത് മുറ്റത്തെ മുല്ലക്ക് മണമില്ലാന്ന്, പക്ഷെ ഇവർക്ക് മണമുണ്ട്. ഇവർ അടിപൊളിയാണ്. നമ്മൾ നാട്ടുകാരനെ സത്യം പറയണമെങ്കിൽ അല്ലെങ്കിൽ ഇവരെ പറ്റി പൊക്കി പറയാൻ സത്യം പറയണമെങ്കിൽ നാട്ടിൽ ഇപ്പൊ നിങ്ങളെ നാട്ടില് ചെന്നാൽ ഇപ്പൊ അവര് ഓൻ അടിപൊളിയാന്ന് പറയണമെങ്കിൽ കുറച്ച് പണിയുണ്ടാവും. എല്ലാ നാട്ടിലും ഇപ്പൊ നമ്മളെ കാര്യത്തിലാണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഉള്ളുകൊണ്ട് ചിലപ്പോൾ അംഗീകരിക്കെങ്കിലും പുറത്തേക്ക് ഒരാളെ മുന്നിൽ ഓൻ സൂപ്പർ ആയിട്ടാന്ന് പറയാൻ ബുദ്ധിമുട്ട്. അതിപ്പോ ഇനിയിപ്പോ ഒരു ഭക്ഷണം കഴിച്ചാലും അതിപ്പോ എവിടെ പോയാലും ഇപ്പൊ ഒരു ഹോട്ടലിൽ പോയി വിചാരിച്ചോ, ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ചെന്നിരുന്ന് കുറച്ച് ലേറ്റ് ആയി വിചാരിച്ചോളി, എവിടെടോ ഇല ഇല കിട്ടിയോന് ചോറിട്ടാഞ്ഞിട്ട് അവിടെ ഉണ്ടാവും. ചോറെവിടെടോ, ഇല എത്ര നേരമായി വന്നിട്ട് ഇതൊക്കെ കിട്ടിയുണ്ടോ, മോരെവിടെടോ, പപ്പടല്ലേ ചോദിക്കണവരുണ്ടോ, ഒക്കെ കിട്ടിയ വെള്ളമില്ലടോ എന്ന് ആവശ്യങ്ങൾ എന്നും എങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ എത്ര ആൾക്കാർക്ക് കൊടുത്താലും തയ്യില്ലോ. ഇത് പറഞ്ഞ ഹോട്ടലിന്റെ കഥ പറഞ്ഞ അതാണ് ഹോട്ടലിന്റെ കഥ പറയാൻ കാരണം. അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അതിപ്പോ നമ്മളെ കൊണ്ട് ആരെക്കൊണ്ട് സഹായിക്കൂല, ഒരു കടലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ നേരത്തെ പറഞ്ഞ ആള് ചെയ്യുന്നതിനേക്കാളും
ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഈ ഉം. ഒരു സ്റ്റാൻഡിൽ നിങ്ങൾ ഇതൊക്കെയാണ് നമ്മളെ മനസ്സിൽ ഉള്ള ചെയ്യാനുള്ള തോട്ട്. അതാണ് പറഞ്ഞു വന്നത്. ഇവരൊക്കെ ചെയ്യുന്നത് നമ്മളെ മനസ്സിൽ ഇതാ. ഇപ്പൊ നമ്മള് വളരെ കഷ്ടപ്പെട്ട് എൻ്റെ പെങ്ങൾക്ക് ഹാർട്ടിന് ഹോൾസ് ഒക്കെ ഉണ്ടായിട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് പിന്നെ ഒക്കെ മാറി. പക്ഷെ ഓപ്പറേഷൻ കഴിഞ്ഞ അന്നൊക്കെ സഹായിച്ചത് മണിപ്പാൾ പോയി ഓപ്പറേഷൻ കഴിഞ്ഞത് അതിനൊക്കെ സഹായിച്ചതൊക്കെ അതൊക്കെ നമ്മളെ മനസ്സിൽ കെടുക്കല്ലേ. അന്ന് സഹായിച്ചത് ഏറ്റവും കൂടുതൽ സഹായിച്ചത് തെയ്യംപാട്ടിൽ ജ്വല്ലറി പുത്തനത്താണിക്കുണ്ട്. അവരെ സർഫാക്കാന്ന് പറഞ്ഞാൽ അവരപ്പ ആ, അവരൊക്കെ മാഷാല്ല അവരൊക്കെ സഹായിച്ചു. അങ്ങനെ ഒരുപാട് ആളുകളെ സഹായങ്ങൾ കൊണ്ടാണ് നമ്മളൊക്കെ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത്. കാരണം നമ്മൾ ഒറ്റക്കൊന്നും നീന്തി കയറിയതല്ല. അങ്ങനെ ഒരുപാട് ആളുകളെ സഹായം കൊണ്ട് എത്തിക്കട്ടെ. അത് നമ്മളെ മനസ്സിൽ കണ്ട് കണ്ട് വളർന്ന് നമുക്കും വലുതായാലും കൊടുക്കണം. കാരണം ഞാൻ മസാലയൊക്കെ വിറ്റിരുന്ന അല്ലെങ്കിൽ ഈ ഓറഞ്ചിൻ്റെ ഉള്ളിൽ മസാല തേച്ച് വിറ്റിരുന്ന കാലത്ത് 100 റുപ്യ തന്നിട്ട് 10 വാങ്ങിക്കൊണ്ടുപോയിട്ട് 10 റുപ്യ ആവുള്ളൂ, 100 റുപ്യ വെച്ചിട്ട് ബാക്കി 90 റുപ്യ എൻ്റെ സംരംഭം വിപുലീകരിച്ച് കണ്ടിട്ട് തന്നു പോണ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പറവന്നൂർ പാറക്കല്ലിങ്ങ് പറവന്നൂർ അങ്ങാടിയിൽ അവരൊക്കെ നമ്മളെ മനസ്സിൽ നമ്മൾ റോൾ മോഡലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് കൊടുക്കണം എന്നുള്ള ചിന്ത വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുട്ടികളെ 1 റുപ്യ കിട്ടിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ അബൂബക്കർക്ക ചെയ്ത മോഡലുള്ള സംഗതികൾ ഞാൻ എൻ്റെ കുട്ടികളെ ശീലിപ്പിക്കണത്. കാരണം ഞാനത് എൻ്റെ കുട്ടികളുടെ ചെയ്യുമ്പോൾ ഞാൻ നാളെ മരിച്ചു പോയാലും എൻ്റെ കുട്ടികളിൽ അത് ജീവിച്ചിരിക്കും, അവർ കൊടുത്തുകൊണ്ടിരിക്കും. ആ കുട്ടികളിൽ ദാനശീലം വളർത്താൻ ഭയങ്കര സംഭവം. അത് പല സ്കൂളുകളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം. കൊടുക്കാന്നുള്ളത് വലിയൊരു ക്വാളിറ്റിയാണ്, എല്ലാവരെ കൊണ്ടും പറ്റൂല. ഞാൻ എനിക്ക് എന്ത് കിട്ടിയാലും ഇപ്പോൾ കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ വൈഫ് കുട്ടിയൊക്കെ എന്ത് കിട്ടിയാലും അവരെന്തെങ്കിലും കിട്ടിയത് കൊടുത്തൂടെ എന്ന് ചോദിക്കണ ആൾക്കാരാണ്. അങ്ങനെ മാറി അയക്ക് പോയി നമ്മള് വീണ്. ഞാൻ അങ്ങനെ തന്നെ. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഇപ്പൊ മുരിങ്ങയിലായാലും എല്ലാ ഭക്ഷണവും മക്കളെ ആ ഒരു ജീവിതശൈലി അതാണ് നമ്മളിപ്പോ വീട്ടില് ഇപ്പൊ ഞാൻ ചുരുക്കം പറഞ്ഞാല് വലിയ ഹോട്ടലിൽ പോയിട്ടൊന്നും ഭക്ഷണം കഴിക്കൽ കുറവാണ്. നമ്മള് വീട്ടിലുണ്ടാക്കുക തിന്നുക. ഇനിയിപ്പോ നമ്മള് ഹോട്ടലിൽ പോയി കൊണ്ടുവരാണെങ്കിൽ ഞാൻ പാത്രമായിട്ടാ പോക്ക് ഉള്ളത് പറയല്ലോ. പാത്രമായിട്ട് അതായത് ഇപ്പൊ ഒരു കണ്ടെയ്നറിൽ 2 പീസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ നെരുങ്ങി പിരിങ്ങിയിട്ടാണ് റൈസ് ഇരിക്കുക, കുറച്ചുണ്ടാവുള്ളൂ. അതില് മസാലയാണ് ഇക്കാറുണ്ടാവുക, റൈസ് കുറവായിരിക്കും. അപ്പൊ പാത്രമായിട്ട് പോയാൽ അത്യാവശ്യം റൈസ് ഇടും, മസാല ഇടും, പിന്നെ ഒരു എക്സ്ട്രാ നമ്മള് പെരാന്നുണ്ടല്ലോ മതിന്ന് പറഞ്ഞാൽ ഉമ്മ ഒരു കോരിയും കൂടി അല്ലെങ്കിൽ അമ്മ 2 കോരി ഇട്ടുതരില്ല, ഒരു കോരി അല്ലെങ്കിൽ ആ കോരി നന്നാക്കി ഇട്ടുതരും. എന്ന് പറഞ്ഞ മാതിരി ഹോട്ടലിൽ ഓട്ടോമാറ്റിക് ഇട്ടുതരും. ആര് പോയാലും ഇട്ട് കൊടുക്കും, റൈസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ആരും ഇട്ട് കൊടുക്കും. അപ്പൊ അത് നമുക്ക് തിന്നിട്ട് രാത്രിക്കും കൂടി ഉണ്ടാവും ചിലപ്പോ. മക്കളെ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പഠിപ്പിക്കുക, നമ്മളെ മാതിരി തന്നെ ജീവിക്കുക, നമ്മളെ മാതിരി തന്നെ വളരുക, അത്രേ ഉള്ളൂ. നിങ്ങളെ ജീവിതാനുഭവം മക്കളെയും കൂടി പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും മക്കളെ ജീവിക്കാൻ ശീലിപ്പിക്കുക എന്നുള്ളത് ആണ് നിങ്ങൾ ഇതിലൂടെ. അതെ ഞാൻ എങ്ങനെയാണോ വളർന്നിട്ടുള്ളത് ഏകദേശം ഒരു ഭാഗമെങ്കിലും അവരെ പഠിപ്പിക്കുക എന്നുള്ളത്. കാരണം ഗൾഫിൽ പഠിപ്പിക്കുന്ന പരിമിതികളുണ്ട്. എന്നാലും ഞാൻ അവർ നിലത്ത് കിടന്നിട്ടും ഇതാക്കിയിട്ടും ചിലപ്പോൾ അതാക്കിയിട്ടും ഇപ്പോൾ ഡബിൾ കട്ടിൽ വാങ്ങിക്കൊടുത്ത അവർക്ക് പഠിക്കട്ടെ. അവര് ഞാൻ ഇപ്പൊ കുറെ കാലം ദ്വീപിലൊക്കെ കിടന്നിട്ട് വന്ന ആളാണ്. അപ്പൊ കിടന്ന് വളരട്ടെ, അവര് ജീവിക്കട്ടെ വിചാരിച്ചിട്ടാണ്. നമുക്ക് വയ്ക്കണ എന്താണോ അത്. ഇപ്പോൾ വലിയ പൈസക്കാരനാവണോ അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ അതൊന്നുമില്ല. സ്വപ്നങ്ങൾ കുറച്ചാല് പൈസ ഉണ്ടാവും, അത് ഉറപ്പാണ്. ഞാൻ അങ്ങനെയാണ് ഇതുള്ളത്. ഇപ്പൊ ഞാൻ ഇതിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിക്ക് വരണ തന്നെ എൻ്റെ ഈ ഫോണുണ്ടല്ലോ. എൻ്റെ അടുത്തൊരു ചെറിയ ഫോണായിരുന്നു, അതിമ ക്ലിയർ ഇല്ലാഞ്ഞിട്ട് ഇലക്ട്രിക്കലിന്റെ വീഡിയോസ് ഇട്ടിട്ട് ക്ലിയർ ഇല്ലാഞ്ഞിട്ട് അമേരിക്കയിൽ നിന്ന് ഒരു ടീന എന്ന് പറഞ്ഞ ചങ്ക് കൊടുത്തയച്ച ഐഫോണാണിത്. ഇതും എൻ്റെ വൈഫിന് വന്നു അതിന്റെ ഇതൊക്കെ പിടിക്കണ അതും കുറെ സാധനങ്ങള് അവര് തന്നിട്ടാണ് ഇതിമ വീഡിയോ സ്റ്റാർട്ടിങ് ഞാൻ തുടങ്ങണത് തന്നെ. അമേരിക്കയിൽ നിന്ന് അവർ ഇടയ്ക്ക് എൻ്റെ വീട്ടിലൊക്കെ വരവുണ്ട് അവര്. അങ്ങനെ ഇതിമേല് അന്ന് 2021 തോന്നുന്നുണ്ട് ഈ ഫസ്റ്റായിട്ട് ഈ ഫോണ് ഈ 13 Pro Max ഇറങ്ങിയ ടൈമിൽ അവർ വാങ്ങി തന്ന. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, പക്ഷെ അങ്ങനെ എന്റെ സോഷ്യൽ മീഡിയയിൽ പറയലുണ്ട്, അതങ്ങനെ ഇതിരുമ്പോഴൊന്നും പറഞ്ഞിട്ടില്ല. അവര് മേടിച്ചെന്ന ഈ ഫോണായിട്ടാണ് ഞാനും വൈഫും ഇപ്പോൾ അവരെ ഇതും എൻ്റെതും അങ്ങനെ കിട്ടിയതാണിത്. ഇതും ഇന്ന് പൊന്നു പോലെ എപ്പോഴും അത് സൂക്ഷിച്ച് കൊണ്ടെടുക്കാണ്. കാരണം നമ്മള് അതിന്റെ ഇതേമാതിരി തന്നെയാണ്. എന്റെ ആ ഫോണ് വെള്ളത്തിൽ വീണ് പോയി കേടന്ന്. എന്നിട്ട് ആദ്യത്തെ ഫോണ് അങ്ങനെ ചെറിയ ഫോൺ എടുക്കാൻ, ടോർച്ച് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ കോർഫക്കാരന് എത്തുന്നിടത്ത് ഒരു ചങ്കുണ്ട്, മൊബൈൽ ഷോപ്പുള്ള ഒരു വലിയ മൊബൈൽ ഷോപ്പുകാരനാണ്. ഒരു പേര് കിട്ടണില്ല, നമ്മളൊക്കെ നല്ലതാക്കണം. അവന് 500 ദിർഹംസ് കുറച്ച് തന്നിട്ടാണ് അന്ന് ഈ ഫോണ് ഒരു സെലിബ്രിറ്റി എന്നിട്ടാണ് ഈ ഫോണ് ഇതിനെ എടുക്കണത്.
അത് ആൾക്കാർ ഇങ്ങനെ കാണുമ്പോ ഒരു സാംസങ് ഒരു ഐഫോണ് ഇതൊരാൾ തന്നാണ് ഒരാൾ തന്ന നിങ്ങൾ ശരിക്കും ഒരു സെലിബ്രിറ്റി ആണ്. ഇന്ന് എന്താ പറയാ, അങ്ങനൊന്നുമില്ല. സാധാരണ കേരളത്തിലെ ഉബൈദ് ഇന്ന് UAE-ലെ ഹമീദ് പുറ്റൂരാണ് ഉറപ്പായിട്ടും. നമ്മളിങ്ങനെ എന്താ പറയാ നമ്മളെ മുന്നിൽ വരുന്നത് എന്താണോ അതിനെ നോക്കുക, പറ്റാണെങ്കിൽ ചെയ്യാന്ന് പറയാ, നോക്കാന്ന് പറയാ, അല്ലെങ്കിൽ ഇല്ലാന്ന് പറയാ. കാരണം നമ്മൾ ഇല്ലാന്ന് പറയാൻ നല്ല രക്ഷയില്ല. കാരണം ഇതൊരു സോഷ്യൽ മീഡിയ ഒരു കടലാണ്. ഈ കടലിൽ ഒരുപാട് നല്ല ആളുകളും ഉണ്ട്, യഥാർത്ഥ ആളുകളും ഉണ്ട്, അല്ലാത്ത ആളുകളും ഉണ്ട്. 100 ആളോട് ചോദിച്ച, കാരണം ഇപ്പൊ പണ്ടത്തെ കാലത്ത് പൈസ ചോദിച്ച് നടന്നിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ ഒരു 350 ഉറുപ്പ്യക്ക് റീചാർജ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ കൂടി ചോദിക്കുന്ന കാലായി. അതെ, മാറി ഹൈടെക് ഹൈടെക് ആ പിരിവ്. അതായത് 10 ആളോട് ചോദിച്ചിട്ട് 10 ആള് 100 ഉറുപ്പ്യ കൊടുത്താല് 1000 ഉറുപ്പ്യായി. അതെ, അത് ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ചിലപ്പം കിട്ടിയെന്ന് തരും, ചിലപ്പോൾ ഒരു 5 മണിക്കൂർ കൊണ്ട് കിട്ടിയെന്ന് തരും. അത് കാരണം ചോദിക്കണത് 100 അല്ലേ, അതുകൊണ്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ 10 ആളോട് ചോദിച്ചാല് 1000 ആയി, പണിക്ക് പോകണ്ട. അത് ശീലാക്കിയ നല്ലൊരു എന്റർടൈൻമെന്റ്. കാരണം ഇതിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ തോണ്ട നല്ല വീഡിയോസുകൾ, ജെന്യൂൻ ആയിട്ടുള്ള അല്ലെങ്കിൽ വീഡിയോസുകൾ കാണുമ്പോൾ അവരോട് നിൽക്കുക, ഒന്ന് PM-ൽ പോയിട്ട് ഒന്ന് ചോദിക്കുക, കിട്ടിയാ കിട്ടി, പോയാ പോയി. നിങ്ങളോട് ചോദിക്കുന്ന പോലെ കുറെ ആളുകളോട് ഇഷ്ടംപോലെ ചോദിക്കണവരുണ്ടാവും. അങ്ങനെ നമുക്ക് അനുഭവങ്ങളും ഉണ്ട്. ചോദിച്ചിട്ട് അവര് വീഡിയോ ഇട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ വീഡിയോ ഇട്ടതും അവർ കണ്ടിട്ടുണ്ടാവും. കാരണം നമ്മൾ പിന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ അതാക്കി ഒരിക്കൽ ചുടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും മേടിക്കുന്നതാണ്. കാരണം നമ്മൾ പിന്നെ അത് കാരണം ആരാന്റെ പൈസയാണ് ഇത് ചെലവാക്കാൻ, കടലിൽ വയ്ക്കുകയാണെങ്കിൽ അളന്ന് വയ്ക്കണം എന്നാ. അതുകൊണ്ട് പിന്നെ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ച്, പിന്നെ അവര് സത്യം പറയും. കാരണം ഇത് നാളെ സോഷ്യൽ മീഡിയയിൽ വരാനുള്ള, അല്ലെങ്കിൽ അവര് പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ പഞ്ചായത്തിലെ മെമ്പർ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ അവര് വസളായി. അതെ, തീർച്ചയായും. കാരണം നാളെ ഒരു സീറ്റ് ഉണ്ടാവില്ല പിന്നെ അവിടെ. ഇപ്പോ ഈ ആളുകൾക്ക് നിങ്ങൾ കിട്ടുന്ന സാധനം കൊടുക്കുന്നത് വിലപിടിപ്പുള്ളതും 3000 ദിറംസുള്ള ബാഗൊക്കെ ചിലപ്പോ അറബികൾ കൊടുന്നിരുന്ന നമ്മള് അങ്ങനെ തന്നെ കൊടുക്കലുണ്ട്. നിങ്ങൾ അറബികളുടെ ഇടയിൽ ഇപ്പൊ സെലിബ്രിറ്റിയാണ്. കാരണം അവര് നിങ്ങൾ എടുക്കാൻ പോണ്ടെന്നിട്ട് നിങ്ങളെ വീട്ടിലേക്ക് ചിലവരൊക്കെ നമ്മളിപ്പോ വീട്ടിൽ നമുക്ക് ഇങ്ങനെ പരിചയമായവരൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ചുറ്റുഭാഗത്തുള്ളവരൊക്കെ അവര് വണ്ടിയിൽ ഇവിടെ കൊടുന്നേരും. കാരണം അതൊരു തതൊക്കെയാണ്. ഇപ്പൊ ഈ എടുത്തു പറയണെങ്കിൽ എന്റെ മുദീറൊക്കെ ഈ അറബികള് കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരാളോട് ചോദിച്ചിട്ട് കൊണ്ടല്ല അപൂർവമാണ് ഈ കാരം. പക്ഷെ എന്റെ മുദീർ അങ്ങനല്ല, നമ്മളെ ചങ്കും ചങ്കടി. ഇപ്പൊ മൂപ്പര് പോയിട്ട് എടുത്തോണ്ടു, മൂപ്പര് കുടുംബത്തിൽ നിന്ന് എടുത്തോണ്ടിട്ട് നമുക്ക് ഇവിടെ വരെ കൊടുന്നു തരും. ചിലപ്പോ മൂപ്പര് വീഡിയോയിലൊന്നും വരാൻ അങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്ന ആളല്ല. മൂപ്പര് നല്ല ചങ്കായിട്ട് ചിലപ്പോ വീഡിയോ എടുക്കാണ്ടെങ്കിൽ ഡ്യൂട്ടി ചിലപ്പോ 2 മണിക്ക് ഡ്യൂട്ടി ചെയ്യും. പക്ഷെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പണി ഏൽപ്പിക്കുകയാണെങ്കിൽ അമീദിന് വീഡിയോ എടുക്കാണെങ്കിൽ അമീദ് പോയിക്കോ, പിന്നെ നോക്കാന്ന് പറഞ്ഞിട്ട് ഫ്രീ ഉള്ള ടൈമിൽ എടുത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ UAE-ൽ മൊത്തം ഈ സാധനങ്ങൾ UAE-ന്ന് എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ അത് UAE-ന്ന് മലയാളികൾ കൂടുതൽ ഇങ്ങനെ ഇത് കൊറിയർ അയച്ചു തരും. ചിലവർ അവരെന്നെ കൊടുക്കണവരുണ്ട്, ചിലവർ നമ്മൾ കൊടുക്കണവരുണ്ട്. പല രൂപത്തിലാണ്. ചിലത് അവിടുന്ന് ഡയറക്റ്റ് പോകും. ചിലതൊക്കെ വീഡിയോ ആക്കണം എന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് വീഡിയോ ആക്കും. ചിലതൊന്നും വീഡിയോ ആക്കാൻ നിൽക്കൂല. കാരണം എല്ലാം തുറന്ന് കാണിക്കുക എന്നുള്ളതല്ല, ആ സംഗതി നടക്കണം, അല്ലെങ്കിൽ അതുമായിട്ട് 4 സംഗതി നടക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഇടുക. ഇപ്പൊ നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നുണ്ട്, അത് ചാർജസ് ആരാ കൊടുക്കുക? അത് ചിലത് നമുക്ക് ഇങ്ങനെ കിട്ടുന്ന പൈസകൾ നമ്മൾ കൊടുക്കും, ചിലത് നമ്മൾ എന്ത് ചെയ്യും, ചിലര് ഈ കാർഗോക്കാർ ഫ്രീ ആക്കി തരും. അങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ഏൽപ്പിച്ച പൈസയിൽ ഞാൻ കാർഗോ അയച്ചതാണെന്ന് അവരോട് പറയുന്നു. ചിലതൊക്കെ ചിലവർ പ്രതീക്ഷിക്കും നമ്മളിത് വീഡിയോ കാണാൻ ആഗ്രഹിക്കും, ചിലവർ പ്രാർത്ഥന കിട്ടാൻ ആഗ്രഹിക്കും. പല രീതിയും പല കാറ്റഗറിയാണ്. അത് നമ്മൾ പരമാവധി ഇത് കൊടുക്കും. ഇതല്ലാതെ നമ്മളോട് അവരോട് പറയാം, ഞാനിങ്ങനെ സാധനത്തിന് ഇതാക്കാൻ കൊടുക്കട്ടെ ചോദിച്ചാൽ ആന്ന് പറഞ്ഞാൽ ഓക്കെ. നിങ്ങൾ ചെയ്യുന്നതൊക്കെ സുതാര്യമാണ്. സുതാര്യമാണ്. കയ്യിൽ നിന്ന് കാശ് പോകുന്നതാണ് യഥാർത്ഥമായ സത്യം. ഇപ്പൊ നോക്കിയിട്ട് കാര്യം ഒരു സംഗതി ആവുമ്പോ അതൊക്കെ സ്വാഭാവികമാണ്. ഇനിയിപ്പോ എന്താ ഭാവി പരിപാടി? ഇങ്ങനെയൊക്കെയാണ് പോയി ഇങ്ങനെ മരിച്ചു പോകണം. അല്ലാതെ ഇപ്പൊ കൊറേ പൈസ ഉണ്ടാക്കണം, കുറെ അസുഖങ്ങൾ പിടിച്ചിട്ട് ഒരു ഭാഗത്ത് കിടക്കരുത് എന്ന് ഇപ്പൊ എല്ലാവർക്കും ചിന്താഗതി ഉണ്ടോ. അതേമാതിരി തന്നെ അസുഖം പിടിച്ച് പിന്നെ ഇനിയിപ്പോ ഇപ്പൊ ഒരു മെയിൻ ആയിട്ടുള്ളത് ഇപ്പൊ 2-3 പെൺകുട്ടികളുണ്ട്. അവരെ ഒരു പറമ്പെടുക്കണം, ഒരു വീടുണ്ടാക്കണം, അവരെ അതിനുള്ളിൽ ആക്കി കൊടുക്കണം. പിന്നെ മരിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത്രയൊക്കെ നടത്തിയ സിമ്പിൾ ആയിട്ട് നടക്കും. അപ്പൊ അടുത്ത കൊല്ലം ഇൻഷാ അല്ലാ ഞാൻ പറമ്പെടുക്കും. പറമ്പ് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇപ്പൊ ഇങ്ങനെ ചാടി വരും. അപ്പോ പിന്നെ മക്കളെ ഭാവി ജീവിതം സന്തോഷമായിട്ട് പോവാ, പോസിറ്റീവായി ജീവിക്കുക. അത്ര തന്നെ. ഞാൻ എന്തിനും നമ്മള് നെഗറ്റീവ്, ഇപ്പൊ എന്ത് സംഗതിക്കും നെഗറ്റീവ് ഉണ്ടാ, ഒക്കെ നെഗറ്റീവ് തന്നെ.
അതിന് പോസിറ്റീവ് കണ്ട ഒക്കെ പോസിറ്റീവ് തന്നെ. പറ്റൂല എന്ന് തോന്നിയാൽ അത് പോയി വെക്ക, ആ അങ്ങനെ വിചാരിച്ചാൽ മതി. ചെയ്യണ്ട, ആ പോയി അതിന്റെ പിന്നാലെ നടന്നാ മതി, അത് ശരിയാവും. അത്ര തന്നെ. നമ്മൾ പറ്റൂല, അത് റിസ്ക് ആണ്. നമ്മൾ ഇരുന്ന് കണ്ട് തന്നെ ആലോചിക്കും. ഇപ്പോൾ അധികം മലയാളികളെ ചിലപ്പോൾ അറബികൾ പണിക്ക് വിളിച്ചില്ല, ബംഗാളിനെ വിളിക്കും. ആ എന്താ വെച്ചാൽ ആ ടേബിൾ എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടാന്ന് പറഞ്ഞാൽ ബംഗാളികൾ അത് എന്താണെങ്കിലും എടുത്ത് ഇട്ടോളൂ. മനസ്സിലായി. നേരെ മറിച്ച് മലയാളികളാണെങ്കിൽ സൂര്യൻ അവിടുന്ന് അടിക്കുന്നുണ്ട്, ഇവിടുന്ന് ഇതുണ്ട്, അവിടുന്ന് ഇത് വരൂല, അതുകൊണ്ട് ഇവിടെ ഇടണ അത് എടുത്തൊക്കെ അവനെ എടുത്ത് വെച്ചാൽ മതി. അതിന് പകരം എടുത്തൊക്കെ മടിക്ക് പകരം അത് എങ്ങനെയാണ് അതിന് ഇന്ന പ്രശ്നം ആയിട്ട് അത് എടുത്തക്കാതെ എങ്ങനെ എടുത്തക്കാതെ ഇരിക്കാൻ പറ്റുന്ന നോക്കുള്ളൂ. മനസ്സിലായി. ഞായറാഴ്ച ഞാനല്ല ചെയ്യല്, ബംഗാളികളെ എടുത്തൊക്കെ അവനെ എടുത്തേക്കാം. എടുത്തക്കണ്ടേ ഇങ്ങനെ എടുത്തക്ക. നമ്മളെ പണി അതല്ലേ. ഇപ്പൊ ഞാൻ പള്ളി അവിടെയൊക്കെ ക്ലീനിങ്ങറുണ്ട്, ആ അവരിങ്ങനെ അടിച്ചൊരു തുടച്ചിനൊക്കെ ഇങ്ങനെ പറയും. ആ ഞാൻ പറയും നിങ്ങളെ ഷോക്കേസിൽ വെക്കാനല്ല കൊടുത്തിട്ടുള്ളത്, നിങ്ങളെ പണിക്കാണ് വന്നിട്ടുള്ളത്. ആ അപ്പോൾ ഒരു സാധനം തുടക്കണത് തുടച്ചുകൊണ്ടിരിക്കുക. ആ നമ്മളെ പണിനെ സ്നേഹിക്കുക, നമ്മൾ കറക്റ്റ്. മുതലാളിനെ വലിയ സ്നേഹിക്കാൻ പാടില്ല. നിങ്ങളിപ്പോ എത്ര ഇനി നല്ല ആളാണ്, നിങ്ങളെ സ്നേഹിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കാൻ പാടില്ല. കാരണം സ്നേഹിച്ചാൽ അവരെ കൊടുത്തില്ലെങ്കിൽ ആ വിഷമാണ് നാളെ ഉണ്ടാവുക. ആ കാരണം ഇപ്പോൾ നമ്മളെ കമ്പനീനെ സ്നേഹിക്കണം എന്താ സംഭവിക്കാറ്. ഇപ്പോൾ നിങ്ങൾ കമ്പനി, ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതാണ്, ആ ഞാൻ ആ കമ്പനിനെ സ്നേഹിച്ച് ആ ആ കമ്പനി ചെന്നിട്ട് ഒരു ലോൺ എഴുതി കൊടുക്കണം, അവർ ലോൺ തന്നില്ല. ആ നമുക്ക് പിന്നെ ആ പണിയും നിരാശേനെ, ആ പണിനോടും ചടക്കും, നമ്മളോട് ക്യാൻസൽ അടിച്ച് പോവും. അതെ നേരെ മറിച്ച് നമ്മളെ ജോലിനെ സ്നേഹിക്കുക, നമ്മൾ പണിയെടുക്കുക. അപ്പം എന്താ ബാക്കിയൊക്കെ നമ്മളെ പിന്നാലെ വരും. വരും. ഇപ്പം ഞാൻ അവിടെ ദിബേ ചെന്നിട്ട് എൻ്റെ പണീനെ സ്നേഹിച്ച് ഞാൻ ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് 5 കൊല്ലമായിട്ടൊക്കെ ചിലപ്പോൾ കിടന്ന സംഗതിയൊക്കെ ഞാൻ അത്ര 10-15 ദിവസം എടുത്തിട്ട് നേരാക്കി. ഒരു വർഷം കൊണ്ട് എന്നോട് മുതിർ ചോദിച്ചു എനിക്ക് ഫാമിലിനെ കൊണ്ടുവരണമെന്നാണ്. എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ആൾ 30 വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ഇതുവരെ മൂപ്പരാൾക്ക് ഫാമിലി കിട്ടിയിട്ടില്ല. നിങ്ങളെ ജോലിയെ സ്നേഹിച്ചു സ്നേഹിച്ച് എന്നുള്ളതാണ് ബാക്കിയൊക്കെ ഏറ്റവും എൻ്റെ പിന്നാലെ വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ, അത് അല്ലാതെ വലിയൊരു ആ, ഇൻഫർമേഷൻ ആണ് അത്. വലിയൊരു കാരണം നമ്മൾ എപ്പോഴും അപ്പൊ നമുക്ക് ഇപ്പൊ കമ്പനി ഇപ്പോൾ നമുക്ക് ആ ലോണ് തന്നില്ല, അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ പോകാൻ ലീവ് തന്നില്ല, പിന്നെ ആ കമ്പനിനോട് വെറുപ്പാണ് ഉണ്ടാവുക. അതെ അതിന്റെ ആ മുതലാളി മുതലാളിനോടും വെറുപ്പ്. മുതലാളിനെ ഒരു കാരണവശാൽ സ്നേഹിക്കാൻ പാടില്ല. നമ്മളെ പണിനെ സ്നേഹിക്കുക. ഇപ്പം നമ്മളിപ്പോൾ വീട് എടുക്കണ പണിയാണ് വീട് എടുക്കണ പണി, അല്ലെങ്കിൽ ഞാൻ ഇലക്ട്രിക്കലിൻ്റെ പണി എടുക്കണം, ഇലക്ട്രിക്കലിനെ സ്നേഹിക്കുക, പണിയെടുക്കുക. ബാക്കി അപ്പുറം നോക്കിയാൽ നിരാശയാണ്. ബാക്കിയുള്ള വന്നോളൂ. അത് ഓട്ടോമാറ്റിക് വരും. കാരണം അപ്പോൾ അവർക്ക് മുതലാളിക്ക് ഉറപ്പുണ്ടെങ്കിൽ, നല്ല മുതലാളിമാരാണെങ്കിൽ ഒരു 10 വിൽസ് കൊടുക്കാൻ, നമ്മളെ ഒപ്പം ജോലി ചെയ്യുന്ന ആൾക്ക് 10 വിൽസ് കൊടുക്കാൻ നോക്കും. എന്തും എനിക്ക് വേണമെന്ന് വിചാരിച്ചാൽ പിന്നെ അത് പിന്നെ അവസാനത്തിൽ ഇന്ന് പെയ്ത മയക്ക് പൊന്തണമാതിരി പൊന്തിയിട്ട് അവസാനിക്കുകയുള്ളൂ. മനസ്സിലായി. ഞാനെപ്പോഴും ഒരു കമ്പനിയെ ഒരു മുതലാളിനെ സ്നേഹിച്ചിട്ടില്ല, എവിടെയും ഞാൻ ചെന്ന് സ്നേഹിച്ചിട്ടില്ല. ഇപ്പം ഇൻ്റെ അടുത്ത് നല്ല പോസിറ്റീവ് പറഞ്ഞ മുതലാളിമാർ വരെ ഉണ്ട്, പക്ഷെ ഞാൻ ആരും സ്നേഹിക്കാൻ പോയിട്ടില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന ജോലിനെ, ഇപ്പം ഞാൻ ചാരിറ്റി പ്രവർത്തനമാണെങ്കിൽ ആ ചാരിറ്റിനെ സ്നേഹിക്കുക, നമ്മളെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് സ്നേഹിച്ച് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. വേറെ അപ്പോൾ എന്താ തിരിച്ചൊന്നും പ്രതീക്ഷിക്കും. ഒരു അലുമണി തൂക്കം പോലും പ്രതീക്ഷിക്കാൻ പാടില്ല. അതാ പലർക്കും പല അനുഭവങ്ങളുണ്ടാവും. കാരണം ഇതിലേക്ക് വരാത്ത തന്നെ പലതും ചെയ്തു കൊടുത്തിട്ട് കുടുങ്ങിയവരും ഉണ്ടാവും. കറക്റ്റ്. ഇപ്പം നമ്മൾ ചില സംഗതി ചെയ്തു കൊടുത്തിട്ട് ഒരാൾ സാധനം തരാമെന്നറിയും, നമ്മൾ വണ്ടിയോ സാധനങ്ങളോ അവിടേക്ക് പറഞ്ഞേക്കും, അവരപ്പം പറയുന്നത് അത് കൊടുക്കാൻ പറ്റില്ല, അത് വേറെ ആൾക്ക് വേണമെന്ന് പറഞ്ഞേക്കണം പറഞ്ഞാൽ നമ്മൾ അവരോട് എന്ത് പറയുന്നുള്ളതായി, മനസ്സിലായി. മോശത്തരായി. അതൊക്കെ ഇതിൽ അനുഭവിക്കേണ്ടി വരും, പല സാധനം ഇതിൽ അനുഭവിക്കേണ്ടി വരും. ഒരുപാട് സംഗതികൾ അനുഭവിച്ചിട്ട് ചാടി പോയാൽ തന്നെ ഇതൊക്കെ നടക്കും. പക്ഷെ ഏത് പ്രതിസന്ധി നിങ്ങൾ വളരെ ഈസി പക്ഷെ നമ്മൾ അത് ഇതെന്നുള്ളതാണ്, അതായത് നമ്മളത് ഏറ്റെടുത്ത് കൊടുക്കാന്നുള്ള നെയ്യത്ത് വെച്ച് കൊടുത്തിന് തുല്യമായി. ആ ഒരു ഉറുപ്പ്യ ഒരാൾക്ക് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ല യാദർശികമായിട്ട്, എന്നാലും അത് പക്ഷെ കൊടുത്തതിന് കൊടുത്തിന് തുല്യാണ്. കൂലിയായി. നേരെ മറിച്ച് ഒരു തെറ്റ് നമ്മൾ ചെയ്യാൻ പോവാണ്, ആ തെറ്റ് ചെയ്താൽ മാത്രമേ ശിക്ഷയുള്ളൂ. അതെ. ചെയ്തിട്ടില്ല, ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന് ശിക്ഷ ഇല്ല. ഇല്ല. നേരെ മറിച്ച് നമ്മളൊരു ഉപകാരം ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ അതിന് കൂലിയുണ്ട്. ഉണ്ട്. അത് തന്നെയാണ് അതിന്റെ പോസിറ്റീവ്. ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇത്രയും സംസാരിച്ചിട്ട് ഞാൻ പഠിച്ചത് ജീവിതത്തെ വെരി സിമ്പിൾ ആയിട്ട് കാണുക. ഒന്നും ഒരു മടിയോ അല്ലെങ്കിൽ ഒരു ഭാരമായിട്ട് കാണാതെ ഇതൊക്കെ നമുക്ക് പറ്റുന്നതാണ് എന്നിട്ട് ജീവിക്കുക. അത് അത്ര തന്നെ ഉള്ളു. ബെർണിനെ നേരിട്ട് അതാക്കുക. ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ചങ്കള ഇതിന്റെ ബാക്കിൽ അണിയറയില് ഒരുപാട് ആൾക്കാർ പ്രവർത്തിക്കണാണ്. എനിക്ക് നിങ്ങളിൽ കാണുന്ന ഇപ്പം നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഒരു ചങ്ങായി ഹൗസ് ഡ്രൈവർ ആയിരുന്നു, അബ്ദുറഹ്മാൻ, നമ്മളെ ചങ്ക. അതെ. ഇന്നൊരു വലിയൊരു ട്രാവലിന്റെ ബ്രാൻഡാണ്. അവരിപ്പോ ബഹ്റൈനിൽ തുടങ്ങി. അതുപോലെ
നിങ്ങളുടെ ഈ ആത്മാർത്ഥത അല്ലെങ്കിൽ ഒരു പോസിറ്റീവ്നെസ് കണ്ടിട്ട് വലിയൊരു ബ്രാൻഡ് നിങ്ങളെ തേടിയെത്തണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞാൻ ഒന്നും ആഗ്രഹിക്കണില്ല എന്നുള്ള. നിങ്ങളല്ല, ഞാനാണ് ആഗ്രഹിക്കുന്നത്. അല്ല, ഞാൻ ഒന്നിനും ആഗ്രഹിക്കണില്ല. നമുക്കിങ്ങനെ നേരം വെളുക്കണം, ആരെങ്കിലൊക്കെ നിന്ന് ഹെൽപ്പ് ചെയ്യണം, അത് കൊടുക്കണം, അത് കണ്ടിട്ട്. കാരണം എൻ്റെ അടുത്ത് കൊടുക്കാനില്ലല്ലോ, അത് സോഷ്യൽ മീഡിയയിൽ അവരുടെ സൗണ്ട് വേറെ രൂപത്തിലാക്കിയിട്ട് ആ സംഗതിനെ അവതരിപ്പിച്ചിട്ട് 4 ആൾ വന്നാൽ 2 ആൾക്കും കൂടി വേറെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുള്ള ചിന്ത ആദ്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിമന്ന് 10 റുപ്യ കിട്ടണം, എനിക്ക് വേണം, അല്ലെങ്കിൽ ഇതാക്കണം എന്നോ, അല്ലെങ്കിൽ അങ്ങനെ ആക്കണമെങ്കിൽ ഞാനൊക്കെ എൻ്റെ പേരെ പൊളിച്ചെന്നാക്കും ആദ്യം. എൻ്റെ ഇപ്പം എത്തിക്കുന്ന തറവാട്, ഞങ്ങളെല്ലാവരും കൂടി നിൽക്കണം തറവാട്. ഞാൻ ഞാൻ ഇതുവരെ അതിന്റെ ബാക്ക് ഭാഗത്ത് 2 റൂം വാർപ്പുണ്ട്. പക്ഷെ മൊത്തത്തിൽ പൊളിച്ച് നന്നാക്കാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല, ഉള്ളത് പറയാലോ, എൻ്റെ അടുത്ത് പൈസ ഇല്ല. പിന്നെ ഇപ്പോൾ നമ്മളെ അടുത്ത് പൈസ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ മൂത്ത ആളാണ്, നമ്മൾ മാറിപ്പോണം, അവിടെ വേറെ ഉണ്ടാക്കണം, അതുകൊണ്ട് ഇതൊക്കെ കൂടി ആകുമ്പോൾ നമുക്ക് താങ്ങാനുള്ള സാലറി എല്ലാം ഇവിടുന്ന് കിട്ടണം, അതിന് കുറവാണ്. അപ്പൊ പിന്നെ ഉള്ളതേറ്റ് ഓണം പോലെ തന്നെ അരി നമ്മളതായ എന്റർടൈൻമെന്റ് വീഡിയോസ് ചെയ്യുക, ചിഞ്ചിനാക്കിനാക്കുക. പിന്നെ ഞാനങ്ങനെ വർത്തമാനം പറഞ്ഞാണ്ട് ഇരിക്കും. എത്ര ചോദിച്ചാലും നമ്മൾ ചിലപ്പം തീരില്ല, കടലായിട്ട് കിടക്കണേ. ഇത് ഇതാണ്, അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ച ഇതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ മുന്നിൽ കുറേ ആളുകൾ റോൾ മോഡൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മളെ മനസ്സിൽ തോട്ടുണ്ട്. അപ്പോൾ നമ്മളെ കണ്ടിട്ട് ഇപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ വീഡിയോസ് കാണുന്നുണ്ടാവും. നന്ദിയുള്ളവനാവുക എന്നുള്ളതാണ്. അതെ, അത്ര തന്നെ. ഭൂമിയിൽ നടക്കുകയാണെങ്കിൽ പതുക്കെ നടക്കുക എന്നുള്ളതാണ്. അത് മരുത്തന്നെ. നിങ്ങൾക്കിപ്പോ ഉള്ളത് ഈ അനുഭവിക്കുന്ന സ്വത്ത് മുഴുവനും നിങ്ങളെ നന്ദിയുടെ ഭാഗത്തുള്ളൂ. നമ്മളൊന്നും ഇങ്ങോട്ട് തിരിച്ചൊന്നും ഒരു മുട്ടസൂചി കിട്ടണമെന്ന് പ്രതീക്ഷിക്കണില്ല. അല്ലെങ്കിൽ എനിക്ക് നാളെ ഇത് കണ്ടിട്ട് ഒരു പേരുണ്ടാക്കി തരുമെന്നൊന്നും ഞാൻ വിചാരിക്കണില്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിക്കണമില്ല. ഞാനിപ്പോൾ പറമ്പ് ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആരോടും ഞാൻ പറമ്പ് നോക്കി വെച്ചിരിക്കണമെന്ന് എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എൻ്റെ വീട് അങ്ങനെ കിടക്കുന്നുണ്ട്, പൊളിച്ച് നന്നാക്കി തരണം എന്ന് ആരോടും ഞാൻ പറയില്ല. പക്ഷേ എനിക്ക് ധൈര്യമായിട്ട് പറയാം, മറ്റുള്ളവൻ്റെ ഒരു കേസ് കൊടുത്തിട്ട് നിങ്ങൾ 6 കൊല്ലമായി ഓരവിടെ കിടക്കണേ, നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക. ചില ആളുകൾ എൻ്റെ വീട് ഇങ്ങനെ വന്ന് നോക്കിയിട്ട് ഇതിനെക്കാട്ടി ഉസാറാണ് എൻ്റെ വീട്, ഞാൻ ഇപ്പം ഇയാളോട് എന്താ ചോദിക്കാന്ന് തിരിച്ചു പോണവരുണ്ട് നാട്ടില്. മനസ്സിലായി? അങ്ങനത്തെവരുണ്ട്. അതിനെക്കാട്ടി ഉഷാറിലാണ് അവർ ജീവിക്കണത്. കഞ്ഞിയാണെങ്കിൽ അതിക്ക് ചിക്കൻ കൂട്ടുന്നവരാണ് ഈ കാരം. പക്ഷെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മള് എന്തെങ്കിലും ജീവനാക്കി ആക്കാളി കൂട്ടാനാണ്, സമ്മന്തിയാണ് ഈ കാരം, അങ്ങനെയൊക്കെ ആവും. നമ്മ ഇതുവരെ കേട്ടത് ഹമീദ് കുറ്റൂരിന്റെ കഥയാണ്. ഒരുപാട് പാഠം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കും ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ജസാക്കല്ലാഹ് ഖൈർ.